ഈശ്വര ജഗദ്ഭേദരഹിതാദ്വൈതേജസേ സിദ്ധിവിദ്യാധര ശിവസരവേ ഗുരവേ നമഃ. ഓം നമോ നമഃ സംഭവായ പരമഗുരവേ. സ്നേഹമുള്ളവരെ, നമ്മൾ 42-ാമത്തെ ശ്ലോകത്തിൽ ഒക്കെ നമ്മൾ പെറ്റായ ശേഷം ഒരു നൂറ്റാണ്ടിരുന്ന് പുനരറ്റാൽ അതാണ് സുഖമെന്ന് ഓർത്തു പോകരുത് എന്ന് പറയുന്നുണ്ട്. നമ്മുടെ ആയുസ് ഇങ്ങനെ ദീർഘിച്ചു പോയതുകൊണ്ട് കാര്യമില്ല. ജീവിക്കുന്നിടത്തോളം കാലം നമ്മുടെ ഈ ശരീരത്തിൽ നമ്മൾ എത്ര കാലമാണോ അധിവസിക്കുന്നത് അത്രയും കാലം ശ്രേഷ്ഠമായ ഒരു ജീവിതത്തെ നയിച്ചുകൊണ്ട് പോകുന്നതിലാണ് മഹിമ, മഹത്വം എന്ന് കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മളെ ഭഗവാൻ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ ഹൃദയത്തോട് നമ്മളെപ്പോഴും നിരന്തരം ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാക്യമാണിത്. എപ്പോഴും പളനി മാമലയിൽ പള്ളികൊള്ളുന്ന മൂർത്തിയല്ലാതെ മറ്റാരും നമുക്ക് നമ്മുടെ ഇഹലോകവാസത്തിൽ ഉണ്ടാകുന്ന ദുഃഖദുരിതങ്ങൾ എല്ലാം ഒഴിവാക്കി പുനർജന്മം പോലും ഇല്ലാതെയാക്കിക്കൊണ്ട് മോക്ഷപദത്തിലേക്ക്, മരണത്തെ പോലും അതിജീവിക്കാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് എങ്ങനെയാണ് ഒരു സാധകന്, ഒരു ഭക്തന്, ഒരു ഉപാസകന് ഒക്കെ കഴിയുക എന്ന് ഒക്കെയാണ് കഴിഞ്ഞ കുറേ ശ്ലോകങ്ങളായി ഭഗവാൻ നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു ഏറ്റവും ഉത്കൃഷ്ടമായ, ഏറ്റവും ഉദാത്തമായ ജീവിതഗതിയിലേക്ക് ഒരു ആത്മാവിനെ എങ്ങനെയാണ് കൈപിടിച്ചുകൊണ്ട് പോവുക എന്നുള്ളത് തന്നെയാണ് ഭഗവാന്റെ ഓരോ കൃതികളിലെയും ഉപദേശങ്ങളുടെ സാരം. നമ്മെ വളരെ ഉന്നതമായ ഒരു ജീവിത അവസ്ഥയിലേക്ക് കൈപിടിച്ചുകൊണ്ട് പോവുക. നാമൊക്കെ തന്നെയും നമ്മുടെ ജീവിതത്തിലെ അനിശ്ചിതത്വത്തിൻ്റെയും അസ്ഥിരതയുടെയും അസമാധാനത്തിൻ്റെയും ഒക്കെ നിമിഷങ്ങളിലൂടെയാണ് കടന്നു പോവുക. ഇതിനെയൊക്കെ നമുക്ക് എങ്ങനെ പരിഹരിക്കാൻ പറ്റും? സാത്വികമായ ഒരു ജീവിതത്തിലൂടെ നമ്മുടെ ജീവിതത്തെ ധന്യമാക്കാൻ കഴിയുമെന്നൊക്കെ കഴിഞ്ഞ ഈ 42 ശ്ലോകങ്ങളുടെ ഭഗവാൻ വിവിധ വശങ്ങളിലൂടെ നമുക്ക് വിശദമാക്കി തന്നിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ ആവർത്തിച്ച് കേൾക്കുകയും പഠിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഒരു ശരിയായ ഒരു വ്യക്തിത്വ വികസനത്തിന്, നമ്മുടെ വ്യക്തിത്വത്തെ വികസിപ്പിച്ച് പക്വതയിലും പാകതയിലേക്കും എത്തിച്ച് എല്ലാ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും വെല്ലുവിളികളെയും നേരിടാനുള്ള ഉൾബലം, മനക്കരുത്ത്, ഉൾക്കാമ്പ് നമുക്ക് ഉണ്ടാക്കി തരുന്നതിന് വേണ്ടിയാണ് വളരെ മനഃശാസ്ത്രപരമായൊരു സമീപനമാണ് ഭഗവാൻ ഇവിടെ തൻ്റെ എല്ലാ സ്തോത്രകൃതികളിലൂടെയും നമുക്ക് വരച്ചു കെട്ടിത്തരുന്നത്. വളരെ മനഃശാസ്ത്രപരമായ, ശാസ്ത്രീയമായ ഉപായങ്ങളും മാർഗങ്ങളും ഭഗവാൻ നമുക്കിങ്ങനെ നിരന്തരമായി പറഞ്ഞു തന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി 43-ാമത്തെ ശ്ലോകത്തിലേക്ക് കിടക്കുമ്പോൾ അവിടെയും ജീവിത യാഥാർത്ഥ്യങ്ങൾ എപ്രകാരമാണ് നമ്മുടെ മുമ്പിൽ ഇങ്ങനെ ഭീകരരൂപം പൂണ്ടു നിൽക്കുന്നത് എന്ന് നമുക്ക് ഭഗവാൻ വിസ്തരിച്ച് കാണിക്കുകയാണ്. എന്തെല്ലാം പ്രശ്നങ്ങളാണ്, എന്തെല്ലാം വെല്ലുവിളികളാണ്, എന്തെല്ലാം മായ കാഴ്ചകളാണ് നമ്മുടെ മനസ്സിനെ അസ്ഥിരപ്പെടുത്തുക, ചഞ്ചലപ്പെടുത്താനായി നിൽക്കുന്നത്. അതിൽ നിന്നൊക്കെ നമുക്ക് എപ്രകാരമാണ് അതിനെ അതിജീവിച്ചു കൊണ്ടുപോകാൻ കഴിയുക. ഇതൊക്കെയാണ് സവിസ്തരം ഇവിടെ പ്രതിപാദിക്കുന്നത്. കേരക്കുഴങ്കമിഴിയൂഴപ്പെടുന്ന കൃഷി വാഴപ്പെടുന്ന ഭവനം, കീഴക്കഴിഞ്ഞവകൾ വാഴപ്പെടുന്ന വിധമൂഴങ്ങൾ എത്ര വളരെ, ചുഴച്ചിതൻ ജഠരനൂഴത്തിൽ മേലിലിനി വാഴപ്പെടായിക മനമേ, കോഴക്കുറച്ചിലിനു ഓഴപ്രഭോപളനി വാഴക്കഴിക്ക സുഖമാം. ചില ജീവിത യാഥാർത്ഥ്യങ്ങൾ നമുക്ക് ഭഗവാൻ വീണ്ടും ഒന്ന് വിസ്തരിച്ച് പറയുകയാണ്. കേഴക്കുരങ്കമിഴി എന്താണ്? കുരങ്കം എന്ന് പറഞ്ഞാൽ കേഴക്കുരങ്കം എന്ന് പറഞ്ഞാൽ, കുരങ്കം എന്ന് പറഞ്ഞാൽ മാൻ എന്നാണ് അതിൻ്റെ അർത്ഥം. കുരങ്കം എന്ന് പറഞ്ഞാൽ മാൻ. കേഴക്കുരങ്കം എന്ന് പറഞ്ഞാൽ മാൻ എന്നാണ്. അപ്പോൾ ഇവിടെ മാൻമിഴി ആളെ കുറിച്ചാണ് പറയുന്നത്. കേരക്കുരങ്കമിഴി. ഈ കുരങ്കം എന്ന് പറയുന്ന വാക്കിന് വേറൊരു അർത്ഥം കൂടെ ഉണ്ട്. മിന്നി മിന്നി ഇങ്ങനെ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന, ഇങ്ങനെ പരതിക്കൊണ്ട് തെന്നി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന എന്നുള്ള ഒരു അർത്ഥം കൂടി അതിനുണ്ട്. അപ്പോൾ മിഴി ഇങ്ങനെ തെന്നി പോവുക, ഇങ്ങനെ പാറി നടക്കുക, അങ്ങനെ ഒരു 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 ഏകാഗ്രതയിൽ നിൽക്കാതെ കണ്ട് കാണുന്ന കാഴ്ചകളിലേക്ക് പാറിപ്പറന്നു പോകുന്ന മിഴികൾ ഉള്ളവൾ ആരാണ്? അത് പേടമാൻ മിഴിയായിട്ടുള്ള സ്ത്രീകൾ തന്നെയാണ്. അവരുടെ കണ്ണുകളാണ് ഇങ്ങനെ പരതി നടക്കുക.
ആ കണ്ണുകൾക്കൊരു ചലനമുണ്ട്. സംഗീതാത്മകമായ, നൃത്താത്മകമായ, സൗന്ദര്യാത്മകമായ ഒരു ചലനമാർക്കുണ്ട് ഓരോ സ്ത്രീകളുടെയും കണ്ണുകൾ കൊണ്ട്. ഭഗവാൻ ഇവിടെ പറയുകയാണ്, നമ്മുടെ മനസ്സുകളെ ഒക്കെ തന്നെ ചഞ്ചലപ്പെടുത്തുന്നതിന് പ്രാപ്തിയുള്ളതാണ് ആര്? ഈ കേരക്കുരങ്കമിഴി. അപ്പം ചഞ്ചലമായ കണ്ണുകളോട് കൂടിയ മാൻ എന്നാണ് കുരങ്കമിഴി എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം. ചഞ്ചലമായ കണ്ണുകളോട് കൂടിയവർ. അപ്പൊ ഇവിടെ മിഴി ഇവിടെ നമ്മൾ പറയുമ്പോൾ മാനിനെ കുറിച്ചല്ല പറയുക, അത് നമ്മുടെ മനുഷ്യ ജീവിതത്തിലേക്കാണ് നമ്മുടെ ശ്രദ്ധ ഇവിടെ ആകർഷിക്കുന്നത്. അതുകൊണ്ട് മനുഷ്യരെ കുറിച്ചാണ് പറയുക. ഇവിടെ ബിംബാത്മകമായി, പ്രതീകാത്മകമായി ഒരു സ്ത്രീയെ ഭഗവാൻ ഇവിടെ വർണ്ണിച്ചിരിക്കുകയാണ്. എന്താണ് കേരക്കുരങ്കമിഴി? ഊഴപ്പെടുന്ന കൃഷി. അപ്പൊ ഇവിടെ കേരക്കുരങ്കമിഴി എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മുടെ ഭാര്യ എന്ന് നമ്മൾ ഓർത്തുകൊള്ളുക. അപ്പൊ ഇതിനകത്ത് നിങ്ങൾക്ക് പരിചയമില്ലാത്ത വാക്കുകൾ വേണേ ഒന്ന്. ഊഴപ്പെടുന്ന കൃഷി. ഊഴം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ പ്രാവശ്യം, ഓരോ തവണ, ഓരോ ഊഴം, എൻ്റെ ഊഴം ഇപ്പോഴാണ് എന്ന് നമ്മൾ പറയുമല്ലോ. ഊഴം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ അവസരം എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. വാഴപ്പെടുന്ന ഭവനം കീഴക്കഴിഞ്ഞവർ വാഴപ്പെടുന്ന വിധം ഊഴങ്ങൾ എത്ര വളരെ. ചൂഴച്ചി എന്ന് പറഞ്ഞാൽ എന്താണ്? ചൂഴച്ചി എന്ന് പറയുമ്പോൾ അത് മനസ്സിലാക്കേണ്ടത് ഒരു രഥത്തിന്റെ ചക്രമാണ്. രഥചക്രത്തെ കുറിച്ചാണ് പറയുക ചൂഴച്ച് എന്ന് പറയുക. ചൂഴച്ച്, അച്ചുകൂടം അതാണ് ഒരു രഥത്തിന്റെ ചക്രം. ആ ചക്രത്തിന്റെ കേന്ദ്രഭാഗമായിരിക്കുന്ന അച്ചുകൂടത്തെയാണ് ചൂഴച്ച് എന്ന് പറയുക. ആ അച്ചുകൂടം. ഇവിടെ ചക്രം വേദാന്തത്തിൽ പ്രതിനിധാനം ചെയ്യുന്നത് കാലത്തെയാണ്. അതുകൊണ്ട് ഇവിടെ ചൂഴച്ച് എന്ന് നമ്മളിവിടെ പറയുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ഇവിടെ കാലചക്രം എന്ന് നമ്മൾ ഓർത്തുകൊള്ളുക. രഥചക്രം എന്ന് പറയാൻ പാടില്ല, കാലചക്രമാണ്. ആധ്യാത്മിക സാഹിത്യത്തിലെ ചക്രം എന്തിനെ സൂചിപ്പിക്കുന്നു? കാലചക്രം, കാലത്തെയാണ് സൂചിപ്പിക്കുക. അതുപോലെ ജഠരം എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം ഉദരം എന്നാണ്. ഉദരം എന്നാണ് അതിന്റെ അർത്ഥം. നൂഴുക എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൽ ഇഴഞ്ഞു കയറുക, നുഴഞ്ഞു കയറുക. നൂഴുക എന്ന് പറഞ്ഞാൽ ഇഴഞ്ഞു കയറുക, ആരും അറിയാതെ രഹസ്യമായി ഉള്ളിലേക്ക് പ്രവേശിക്കുക, നൂഴ്ന്ന് കയറുക. നൂഴുക എന്ന് പറയുമ്പോൾ അതാണ് എൻ്റെ അർത്ഥം. കോഴക്കുറച്ചിൽ. കോഴ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ അർത്ഥത്തിൽ അതിന് പറയുക എന്താണ്? കോഴ എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ട് രാജാക്കന്മാർ കോഴ ചുമത്തുക എന്ന് പറഞ്ഞാൽ അത് നികുതി ചുമത്തുക എന്ന് തന്നെയായിരുന്നു. പക്ഷെ ഇപ്പൊ ഇവിടെ കൈക്കൂലി എന്നുള്ള രീതിയിലൊക്കെ കോഴയെ കുറിച്ച് നമ്മൾ പറയാറുണ്ട്. അപ്പം ഈ കോഴക്കുറിച്ചില് എന്ന് പറഞ്ഞാൽ ഇവിടെ കോഴക്കുറയ്ക്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്? ഒരു ശിക്ഷ എന്ന് വേണം പറയാൻ. ശിക്ഷ എന്നുള്ള അർത്ഥത്തിൽ വേണം നമ്മളിവിടെ കോഴ എന്ന് പറയുമ്പോൾ. ഈ നികുതി ചുമത്തുക എന്ന് പറയുന്ന അധിക നികുതി ചുമത്തുന്ന സമ്പ്രദായത്തെയാണ് രാജാക്കന്മാർ എന്തെങ്കിലും ഒരാൾ കുറ്റകൃത്യങ്ങൾ ചെയ്തു കഴിയുമ്പോൾ അയാൾക്ക് കോഴ ചുമത്തിക്കൊണ്ട് അയാളെ കുറ്റവിമുക്തനാക്കുന്നതിന് വേണ്ടിയാണ് കോഴ. അങ്ങനെയുള്ള ഒരു നികുതിയാണ് കോഴ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെയും നമ്മൾ പറയുന്നത് ഈ സംസാര ദുഃഖം ഇല്ലാതെയാക്കുന്നതിന് നമ്മൾ കോഴ കൊടുക്കേണ്ടതുണ്ടോ, അധിക നികുതി കൊടുക്കേണ്ടതുണ്ടോ, അധികം ഭാരം വഹിക്കേണ്ടതുണ്ടോ? അത് വഹിക്കാതിരിക്കാനുള്ള മാർഗത്തെക്കുറിച്ചാണ് നമുക്കിവിടെ പറയുന്നത്. അത് പളനി ഗേഹത്തിനായിരിക്കുന്ന ഭഗവാന്റെ മുന്നിലേക്ക് പോകണമെന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ കോഴ കുറച്ചിൽ എന്നിവിടെ പറയുമ്പോൾ നമ്മൾ അതിനുവേണ്ടി പിഴ ഒടുക്കേണ്ടി വരേണ്ടതുണ്ടോ? പിഴ ഒടുക്കാതിരിക്കാൻ എന്ത് മാർഗം? ഇവിടെ കോഴ എന്ന് പറയുമ്പോൾ പിഴ എന്ന് ഒക്കെ നമ്മൾ മനസ്സിലാക്കിക്കൊള്ളുക. തോഴൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്? നമ്മുടെ സുഹൃത്ത്, കൂട്ടുകാരൻ എന്നൊക്കെയാണ് തോഴൻ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം. ഇനി നമുക്ക് മൊത്തത്തിൽ ഈ ഒരു ശ്ലോകത്തിന്റെ അർത്ഥം നമുക്കൊന്ന് നോക്കാം. കോഴക്കുരങ്കമിഴി ഊഴപ്പെടുന്ന കൃഷി വാഴപ്പെടുന്ന ഭവനം കീഴക്കഴിഞ്ഞവകൾ വാഴപ്പെടുന്ന വിധ ഊഴങ്ങൾ എത്ര വളരെ. നമ്മുടെ ജീവിതത്തിൽ അനവധി അവസരങ്ങളിലൂടെ, അനവധി ഊഴങ്ങളിലൂടെയാണ് നമ്മൾ ഓരോരുത്തരും കടന്നു പോകുന്നത്. എങ്ങനെയാണ് കടന്നു പോവുക? നമുക്കൊരു കുടുംബ ജീവിതമുണ്ട്. ഭാര്യയും ഭർത്താവുമായി അടങ്ങുന്ന ഒരു കുടുംബ ജീവിതമുണ്ട്. പിന്നെന്താണ്? ഓരോ കാലങ്ങളിൽ ശരത്കാലത്തിലും മഞ്ഞുകാലത്തിലും കാലവർഷത്തിലും ഒക്കെ കൃഷികളിൽ നമ്മൾ ഏർപ്പെട്ടു പോകുന്നു. നമ്മുടെ നിത്യജീവിതത്തിൽ
ഓരോ ഊഴത്തിലും നമ്മൾ ഓരോ കൃഷിയിലേക്ക് നമ്മൾ കടന്നു പോകാറുണ്ട്, ഇല്ലേ? അങ്ങനെ പോകുന്നുണ്ട്. നമ്മുടെ ജീവിതം അങ്ങനെയും കടന്നു പോകുന്നുണ്ട്. പിന്നെയോ നാം നമ്മുടെ ഭവനത്തിലാണ് ജീവിക്കുക. അപ്പം നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെയാണ് നമ്മളെ സ്ഥിരമായി എന്തിലൂടെയൊക്കെയാണ് നാം കടന്നു പോകുക? നമ്മുടെ ഭവനത്തിലൂടെ കടന്നു പോകുന്നു, നമ്മുടെ ഭാര്യയിലൂടെയും ഭർത്താവിലൂടെയും കടന്നു പോകുന്നു. അതുപോലെ ജീവിത സന്ധാരണത്തിന് വേണ്ടി കാർഷിക വൃത്തികളിൽ നമ്മൾ ഏർപ്പെടുന്നു. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഇതെല്ലാം ഇങ്ങനെ നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിരന്തരമായി ഇതൊക്കെ അനുഷ്ഠിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ ജനിക്കുന്നു, വളരുന്നു, വിവാഹപ്രായമെത്തുന്നു, വിവാഹം കഴിക്കുന്നു, നമ്മുടെ ഭവനത്തിൽ നാം അധിവസിക്കുന്നു. അതോടൊപ്പം നമ്മുടെ മണ്ണിൽ നാം കൃഷിയെടുക്കുന്നു, നമ്മുടെ ജീവിതത്തിന് വേണ്ടി, ജീവസന്ധാരണത്തിന് വേണ്ടി കൃഷിയെടുക്കുന്നു. അങ്ങനെ നമ്മുടെ ജീവിതത്തിലൂടെ ഇതെല്ലാം കടന്നു പോവുകയാണ്. കീഴക്കഴിഞ്ഞവകൾ വാഴപ്പെടുന്ന വിധം ഊഴങ്ങളത്ര വളരെ. ഇത് മാത്രമാണോ? അനവധി അവസരങ്ങൾ, അനവധി ദൗത്യങ്ങൾ, അനവധി കർമ്മ മേഖലകളിലൂടെ നമ്മൾ കടന്നു പോയിട്ടാണ് നമ്മുടെ ഈ ജീവിതം, വർത്തമാനകാല ജീവിതം ഇങ്ങനെ നമ്മളിലൂടെ പ്രവഹിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഈ കാലചക്രം കറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ്. നിരന്തരമായി നാം ഇപ്രകാരമൊക്കെയാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ എന്താണ്? മണ്ണിന് വേണ്ടിയും, പെണ്ണിന് വേണ്ടിയും, പണത്തിന് വേണ്ടിയും, സമ്പത്തിന് വേണ്ടിയും, പ്രശസ്തിക്ക് വേണ്ടിയും, പേരിന് വേണ്ടിയും ഒക്കെ വേണ്ടി മാത്രമാണ് നാം നമ്മുടെ ജീവിതത്തിലെ ഓരോ കർമ്മങ്ങളിൽ പെട്ടുപോകുക. ഇവിടെ നമ്മുടെ നിത്യജീവിതത്തിലെ ഏതാനും വിഷയങ്ങളെ മാത്രം ഭഗവാൻ എടുത്ത് കാണിച്ചപ്പോൾ അത് മാത്രം ഒന്ന് വിചാരിക്കണ്ട. നമ്മുടെ ഈ ഇഹലോകവാസത്തിൽ തൃപ്തികരമായി ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നതിന് വേണ്ടി നമ്മൾ അനവധി കർമ്മരംഗങ്ങളിലേക്ക് കടന്നു പോകുന്നു, അനവധി കർമ്മങ്ങളിലേക്ക് കടന്നു. കീഴക്കഴിഞ്ഞവകൾ, അതുകൊണ്ടാണ് പറഞ്ഞത് കീഴക്കഴിഞ്ഞവകൾ. നാം എന്തെല്ലാമാണ് അനുഷ്ഠിച്ചുകൊണ്ട് നമ്മൾ കീഴിലെ ഈ ഭൂതകാലത്തിൽ നമ്മൾ അനുഷ്ഠിച്ചുകൊണ്ടാണ് കടന്നു പോയിട്ടുള്ളത്. വാഴപ്പെടുന്ന വിധം ഊഴങ്ങൾ എത്ര. നമുക്കിവിടെ ഒന്ന് വാഴണമെങ്കിൽ, ജീവിച്ചു പോകണമെങ്കിൽ ഏതെല്ലാം വിധത്തിലുള്ള വേഷങ്ങൾ നാം കെട്ടണം. ഒരു ഭാര്യയുടെ വേഷം, ഒരു ഭർത്താവിൻ്റെ വേഷം, ഒരു അച്ഛൻ്റെ വേഷം, ഒരു കർഷകന്റെ വേഷം, ഒരു കച്ചവടക്കാരൻ്റെ വേഷം, ഒരു സേവകന്റെ വേഷം, ഒരു സാമൂഹ്യ സേവകന്റെ വേഷം. അങ്ങനെ അനവധി വേഷങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നമ്മുടെ ഈ ജീവിതത്തിന്റെ സങ്കീർണതകള്, വിപുലതകള്, വൈവിധ്യങ്ങള് ഒക്കെ ഭഗവാൻ നമ്മളെ ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. ഇതൊക്കെ നിങ്ങൾ ഓർത്തുകൊള്ളണം. ഇതൊന്നും ഓർക്കാതെ അല്ല നിങ്ങൾ സുബ്രഹ്മണ്യനെ കുറിച്ച് പഠിക്കേണ്ടത്. കേവല ഭക്തി കൊണ്ട് മാത്രമല്ല, നിങ്ങളുടെ പ്രായോഗിക ജീവിതത്തിൽ, നിരന്തര ദൈനംദിന ജീവിതത്തിൽ നിങ്ങൾ ഏതെല്ലാം മേഖലകളിലൂടെ കടന്നു പോകുന്നു അതൊക്കെ നിങ്ങൾ ഓർക്കുക. ആ പളനിമാമലയിൽ പള്ളി കൊള്ളുന്ന ഭഗവാന്റെ സുബ്രഹ്മണ്യന്റെ ആ തിരുമുഖത്തെ കുറിച്ച് മാത്രം ഓർത്തുകൊണ്ട് നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല. ജീവിത യാഥാർത്ഥ്യങ്ങളെ കൂടെ കണ്ടുകൊണ്ട് വേണം നിങ്ങൾ മുന്നോട്ട് പോകാൻ. കീഴക്കഴിഞ്ഞവകൾ വാഴപ്പെടപ്പെടുന്ന വിധം ഊഴങ്ങൾ അത്ര വളരെ. എന്തെല്ലാം അവസരങ്ങളിലൂടെ നമ്മൾ കടന്നു പോയെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ഓരോ ജീവിതവും പൂർണ്ണതയിലെത്തിക്കാൻ കഴിയുകയുള്ളൂ. ചുഴച്ചിതൻ ജഡരനൂഴത്തിൽ ഇങ്ങനെ നമ്മൾ ഒട്ടേറെ ത്യാഗങ്ങൾ അനുഭവിച്ച്, കഷ്ടപ്പാടുകൾ അനുഭവിച്ച് നാം ജീവിച്ചു പോകുമ്പോൾ ചൂഴച്ചിതൻ ജഡരനൂഴത്തിലേക്ക് മേലിനി വാഴപ്പെടായിക മനമേ. ഭഗവാനെ നമ്മൾ മടുത്തു പോകുമെന്നറിയാം. എന്തു പറയും? ഈ കാലചക്രത്തിന്റെ ഗർഭഗൃഹത്തിലേക്ക് ഇനി എനിക്ക് പ്രവേശനം വേണ്ട. ചൂഴച്ചിതൻ ജഡരനൂഴത്തിൽ മേലിനി വാഴപ്പെടായിക മനമേ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ കാലചക്രത്തിന്റെ ആ ഭ്രമണത്തിൽ വീണ്ടും എനിക്ക് കടക്കേണ്ടതില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് നമ്മൾ മനസ്സിലാക്കണം. ഇനിയും എനിക്ക് കാലചക്രത്തിൽ ജന്മജന്മങ്ങളായി വരുന്ന പുനർജന്മങ്ങളിലൂടെ കടന്നുപോയി ഈ ദുഃഖ ദുരിതങ്ങൾ അനുഭവിക്കാനുള്ള അവസരം തരരുതേ എന്നാണ് നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന. അത്രമാത്രം സംഘർഷാത്മകമാണ്, അത്രമാത്രം ത്യാഗപൂർണമാണ്, ദുഃഖപൂർണമാണ്, ദുരിതപൂർണമാണ് ജീവിതത്തിൽ നാം നേരിടുന്ന വെല്ലുവിളികൾ അത്രമാത്രം പ്രവചിക്കാൻ കഴിയാത്തതാണ്. നമുക്ക് ആർക്കുമേ പ്രവചിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള സങ്കീർണതകളിലൂടെയും സംഘർഷങ്ങളിലൂടെയും നമ്മൾ കടന്നു പോകുന്നുണ്ട്. അപ്പം ഇത് എത്രമാത്രം സങ്കീർണമാണ്. ഒരു സന്യാസി, ഒരു കാവ്യെടുത്ത സന്യാസി സർവസംഘ പരിത്യാഗിയായിട്ട് ഭാര്യയും മക്കളെയും കുടുംബങ്ങളെയും ഒക്കെ ഉപേക്ഷിച്ചുകൊണ്ട് ഏകാഗിയായിരിക്കുന്ന ഒരു സന്യാസി നമ്മുടെ മുമ്പിലേക്ക് കടന്നു വന്നു നിന്നുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ സങ്കീർണതകളെ മൊത്തം നമുക്ക് വിവരിച്ച് കാണിക്കുകയാണ്. ആലോചിച്ച് നോക്കുക. യഥാർത്ഥത്തിൽ ഒരു കുടുംബജീവിതത്തിന്റെ ശിഥിലതകളോ ഒരു കുടുംബജീവിതത്തിന്റെ വെല്ലുവിളികളോ ഒന്നും അനുഭവിച്ചിട്ടുള്ള ആളല്ല മഹാഗുരു. പക്ഷെ എന്നാൽ പോലും നമ്മുടെ ജീവിത യാഥാർത്ഥ്യങ്ങളെ വ്യക്തമായി കണ്ടറിയാനും അനുഭവിച്ചറിയാനും തൻ്റെ സങ്കല്പ സൃഷ്ടി കൊണ്ടോ അല്ലെ തൻ്റെ ദീർഘദൃഷ്ടി കൊണ്ടോ തൻ്റെ ജ്ഞാനദൃഷ്ടി കൊണ്ടോ ഓരോ മനുഷ്യനും കടന്നു പോകുന്ന ദുരിതങ്ങളുടെ അവസ്ഥകൾ എപ്രകാരമാണ് എന്നുള്ളത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഭഗവാൻ പറയുകയാണ്, എന്തെല്ലാം ദുരിതങ്ങളിലൂടെ നാം കടന്നു പോകുന്നു, ദുഃഖങ്ങളിലൂടെ കടന്നു പോകുന്നു, അധ്വാനങ്ങളിലൂടെ കടന്നു പോകുന്നു. അപ്പൊ ഇവിടെയൊക്കെ കടന്നു പോകുമ്പോൾ നാം ചിന്തിച്ചു പോകുന്നത് എന്താണ്? ഈ കാലചക്രത്തിന്റെ ഈ ജന്മം ഇവിടെ അവസാനിക്കാം. ഈ കാലചക്രത്തിൽ ഞാൻ ഇത് എന്നോ കടന്നു വന്നു. ഈ 10, 20, 50
60 100 വർഷങ്ങൾക്ക് മുമ്പ് ഈ കാലമാകുന്ന ചക്രത്തിലൂടെ അമ്മയുടെ ഉദരത്തിലേക്ക് ഞാനൊരു ആത്മാവായി ഉദരത്തിലേക്ക് ഒരു മാംസപിണ്ഡത്തിലേക്ക് പ്രവേശിച്ചുകൊണ്ട് ഞാനിവിടെ ഇപ്പോൾ ജീവിക്കുന്നു. ഇനി ഈ കാലചക്രത്തിന്റെ ഗർഭഗൃഹത്തിലേക്ക് എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ്? ഒരു പുനർജന്മത്തിന് വേണ്ടി ഞാൻ അറിയാത്ത ഒരു അമ്മയുടെ ഉദരത്തിലേക്ക് പ്രവേശിക്കാതിരിക്കണമേ എന്നാണ് നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന. ചൂഴച്ചിതൻ ജഡനൂഴത്തിൽ മേലിൽ ഇനി വാഴപ്പെടായിക മനമേ. അല്ലയോ മനമേ, നിനക്ക് സന്തോഷം, നിരന്തരമായി നിത്യമായ ആനന്ദമാണ് നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ കാലചക്രമാകുന്ന ഗർഭഗൃഹത്തിലേക്ക് അറിഞ്ഞോ അറിയാതെയോ പ്രവേശിക്കാതിരിക്കുക തന്നെ ശരണം. ഈ കോഴക്കുറിച്ചിലിന് നിനക്ക് ഈ പുതിയ ജന്മങ്ങൾ എങ്ങനെയാണ് ഇല്ലാതെയാകാൻ പറ്റുക? അതിനുവേണ്ടി നീ അനുഭവിക്കേണ്ട പീഡനങ്ങൾ, അതിനുവേണ്ടി നീ എന്തെങ്കിലും പിഴ കൊടുക്കേണ്ടതുണ്ടോ? ആ പിഴ കൊടുക്കാതിരിക്കാൻ മാത്രമാണ് മാർഗം? പുനർജന്മം എന്ന് പറയുന്ന, ഒരു മനുഷ്യജന്മം എന്ന് പറയുന്ന ഈ പുതിയ ഒരു കാലചക്രത്തിലേക്ക് പ്രവേശിക്കാതിരിക്കാൻ നിനക്ക് എന്താണ് ഇവിടെ പിഴ കൊടുക്കാൻ കഴിയുക, കോഴ കൊടുക്കാൻ കഴിയുക? കോഴ കുറച്ചിലിന് എന്തുമാത്രമാണ് നിനക്ക് മാർഗം? തോഴപ്രഭു. ഇവിടെ തോഴപ്രഭു എന്നാരെയാണ് വിളിക്കുന്നത്? തോഴൻ എന്ന് പറഞ്ഞാൽ കൂട്ടുകാരനായിരിക്കുന്ന പ്രഭു ആരാണെന്ന് പറയുന്നു. പളനി വാഴക്കഴിക്ക സുഖമാം. ആ പളനിയിൽ വാഴുന്ന ആ ഭഗവാൻ തോഴനാണ്. ആരുടെ തോഴൻ? ഭക്തന്റെ തോഴൻ. ആരൊക്കെ ആശ്രയിക്കുന്നുണ്ടോ അവർക്കൊക്കെ സുഹൃത്തായി വരുന്നവൻ, അവർക്കൊക്കെ ഒരു കൂട്ടുകാരനായി വരുന്നവൻ. അങ്ങനെയാണെങ്കിൽ നാം അങ്ങനെ ഒരു ഭക്തനായോ ഉപാസകനായോ ഒരു സമർപ്പിതനായോ വന്നിട്ടില്ലല്ലോ. അപ്പൊ അതിനു മുമ്പേ സമർപ്പിതനായി വന്നത് ആരാണ്? ശ്രീനാരായണ ഗുരു പരമഹംസദേവൻ തന്നെ പറയുന്നു, ഞാൻ എൻ്റെ നിത്യമായ നിരന്തരമായ ആരാധന കൊണ്ട്, സമർപ്പണം കൊണ്ട്, സ്തോത്രങ്ങൾ കൊണ്ട് ഞാൻ എൻ്റെ തോഴനാക്കിയിരിക്കുന്നു. ആര്? സുബ്രഹ്മണ്യനെ. തോഴപ്രഭു, എൻ്റെ തോഴനായിരിക്കുന്ന പ്രഭുവാണിവൻ. ഇവനോ നിനക്ക് ഈ പുനർജന്മം എന്ന് പറയുന്ന ആ കാലചക്രത്തിന്റെ ഗർഭഗൃഹത്തിലേക്ക് പ്രവേശനം ലഭിക്കാതിരിക്കാൻ നീ ആരെ ആശ്രയിച്ചു കൊള്ളുക? ആ പളനിയാകുന്ന കുന്നിൻ പുറത്ത് വസിക്കുന്ന ഭഗവാന്റെ സമാശ്രിതരായി കഴിഞ്ഞാൽ സുഖമാം. ഉറപ്പ് തരികയാണ്. സുഖമാം. കൃത്യമായി നമുക്കൊരു ഗ്യാരണ്ടിയാണ് തരുന്നത്. സുഖമാകും എന്നുള്ള ഒരു ഉറപ്പ് ഭഗവാനോട് തരുന്നു. എന്താണ് നമ്മളെയൊക്കെ പളനിയിലേക്ക് പറഞ്ഞു വിട്ടു കഴിഞ്ഞാൽ നമുക്ക് ശ്രീനാരായണ ഗുരു പരമഹംസദേവന് എന്തെങ്കിലും ലാഭം ഉണ്ടാകുമോ? സുഖമുണ്ടാകുമോ? ആരെങ്കിലും അല്ലെങ്കിൽ സുബ്രഹ്മണ്യ ഭഗവാന്റെ ഒരു ഭക്തന്മാരെ പിടിച്ചു കൊടുക്കുന്ന ജോലിയാണോ മഹാഗുരു ചെയ്യുന്നത്? നമ്മളെ അങ്ങോട്ട് പറഞ്ഞു വിട്ടിട്ട് അതിന്റെ കമ്മീഷൻ വല്ലതും വാങ്ങിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ എന്താണ്? തൻ്റെ അനുഭവ സാക്ഷ്യത്തിലൂടെ താൻ ആ മഹാദേവന്റെ പുത്രനായിരിക്കുന്ന സുബ്രഹ്മണ്യ ഭഗവാനെ ഉപാസിച്ചും പ്രാർത്ഥിച്ചും കഴിഞ്ഞതിലൂടെ അവൻ എൻ്റെ തോഴനായി, എൻ്റെ സഹായിയായി, എൻ്റെ എല്ലാ സങ്കടങ്ങളും നിവാരണം ചെയ്ത് എൻ്റെ സുഹൃത്തായി മാറിയിരിക്കുന്ന ഈ പ്രഭുവിനോടൊപ്പം നിങ്ങൾ പൊയ്ക്കൊള്ളുക. നിത്യമായ സുഖം നിങ്ങൾക്കുണ്ടാകും. പുനർജന്മത്തിൻ്റെതായ ദുഃഖ ദുരിതങ്ങൾ നിങ്ങളിലേക്ക് എത്താതെ വരുമെന്ന് 40-ാമത്തെ ശ്ലോകത്തിൽ ശ്രീനാരായണ ഗുരു പരമഹംസദേവൻ നമുക്ക് എല്ലാ ഉറപ്പും തരികയാണ്. സുഖമാം വാഴക്കഴിക്ക സുഖമാം. ഇത്രമാത്രം. ഇത് എന്തുകൊണ്ട് നമുക്ക് ഈ ഉറപ്പ് തരിക? തൻ്റെ അനുഭവമാണ് അതിന് സാക്ഷി. മഹാഗുരു സുബ്രഹ്മണ്യ ഭഗവാനിൽ നിന്ന് അനുഭവിച്ചിരിക്കുന്ന അനുഗ്രഹ വർഷമാണ് അതിന് സാക്ഷി എന്ന് നമ്മൾ അറിഞ്ഞുകൊള്ളണം. 43-ാമത്തെ ശ്ലോകം നമുക്ക് ഇങ്ങനെ സമർപ്പിക്കാം. ഇനിയും 44-ാമത്തെ ശ്ലോകം എങ്ങനെയാണ് പറയുക? നോക്ക്, ഇത് സ്വന്തം പീഡാനുഭവങ്ങളുടെ ദുരിതാനുഭവങ്ങളുടെ ഒരു ഗൃഹസ്ഥനായി ഈ മണ്ണിൽ ജീവിച്ചു പോകുന്ന ഒരുവന്റെ ജീവിതാനുഭവങ്ങളെല്ലാം ഭഗവാൻ ഇവിടെ നമുക്ക് വ്യക്തമായിട്ട് കാണിച്ചു തരിക. നമ്മൾ ഇത് കൃത്യമായി പഠിച്ചു കഴിയുമ്പോൾ നമ്മളിങ്ങനെ ആലോചിച്ചു പോകും, എടാ എന്താണ് ഇത്രയും വ്യക്തമായിട്ട് ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ദുഃഖ ദുരിതങ്ങളിലേക്ക് ഈ ഗുരു എങ്ങനെയാണ് ഇറങ്ങിച്ചെന്നത്, ഇതെങ്ങനെയാണ് അറിഞ്ഞത്, എങ്ങനെയാണ് അനുഭവിച്ചത് എന്ന് നമ്മൾ ചിന്തിച്ചു പോകും. അപ്പം ഭഗവാൻ കടന്നു വന്നിരിക്കുന്ന, തൊട്ടറിഞ്ഞിരിക്കുന്ന, അനുഭവിച്ചറിഞ്ഞിരിക്കുന്ന ജീവിത യാഥാർത്ഥ്യങ്ങളിലേക്കാണ് നമ്മളെ കൊണ്ടുപോവുക. കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മുടെ കുടുംബ പ്രാരബ്ധങ്ങളെ കുറിച്ച് പറഞ്ഞു. ഇനിയും അടുത്ത ശ്ലോകത്തിൽ എന്താ പറയുന്നത്? നീ ഈ വീട്ടിലോ ഈ കുടുംബത്തിലോ നിന്റെ സുഹൃത്തുക്കളോടൊപ്പമോ നിന്റെ അമ്മയോടൊപ്പമോ നിന്റെ ഭാര്യയോടൊപ്പമോ നിന്റെ അച്ഛനോടൊപ്പമോ ജീവിക്കുമ്പോൾ നീ നിന്റെ ഗൃഹത്തിലാണ്. പക്ഷെ നീ അധിവസിക്കുന്നത് എവിടെയാണ്? നിന്റെ ഗൃഹം ഏതാണ്? യഥാർത്ഥത്തിൽ ഈ ഭവനമാണോ?
യഥാർത്ഥത്തിൽ നിന്റെ ഭവനം ഏതാണ്? നിന്റെ ശരീരമാണ് നിന്റെ ഭവനം. ആ ഒരു സത്യം ഭഗവാൻ ഇവിടെ 44-ാമത്തെ ശ്ലോകത്തിൽ പറയുകയാണ്. 100,000 കെടുതിയേറാനെടുത്തു പല മാറാത്ത രോഗനിരകൾ, തേറാൻ തുടങ്ങി കരയേറാൻ തുടങ്ങി കരനാറാൻ തുടങ്ങി വദനം, കൂറാളുകൾക്ക് കസുമാറായി തുടങ്ങി തകരാറായി പളന്യധിപതേ, നീറായി രക്തമിരുകൂറായ മൂർത്തിതനരാറായ വക്ത്രശരണം. നോക്കുക, ഇവിടെ സുഖമായി വസിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഭവനത്തിലാണ് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും ശരിയല്ല. നിങ്ങളുടെ ഭവനത്തിലല്ല നിങ്ങൾ വസിക്കുക. നിങ്ങളുടെ ഭവനം ഏതാണ്? നിങ്ങളുടെ ഈ ശരീരമാണ്. ജനനം കഴിഞ്ഞു, നമ്മുടെ ജീവിതത്തിന്റെ സംഘർഷങ്ങളിലൂടെ കടന്നു പോകുന്നു, വർഷങ്ങൾ ഓരോന്നായി കടന്നു പോകുന്നു, കാലചക്രം ഉരുളുന്നു. അതിലൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് ജരയും നരയും കടന്നു വരുന്നു, ആരോഗ്യമില്ലാതെയാകുന്നു, 100,000 കെടുതിയേറാനെടുത്തു. നോക്കുക, നമ്മുടെ ശരീരം ദുർബലമാകും. നമ്മുടെ പേശികൾ, നമ്മുടെ ശരീരം, നമ്മുടെ അസ്ഥി, നമ്മുടെ മജ്ജ, നമ്മുടെ മാംസം, നമ്മുടെ ആന്തരിക അവയവങ്ങൾ ദുർബലമാകുന്നു, ജീർണിക്കാൻ തുടങ്ങുന്നു. അവയുടെ ബലതന്ത്രത്തിൽ ന്യൂനതകൾ സംഭവിച്ചു കഴിയുമ്പോൾ എന്ത് ചെയ്യും? പുറത്ത് ആൾക്കാർ കാത്തു നിൽക്കുകയാണ്. ഭവനം സുരക്ഷിതമല്ലെങ്കിൽ എന്ത് ചെയ്യും? ബാഹ്യ ആക്രമണം ഉണ്ടാകും. നമ്മുടെ വീടിന് ബലമുള്ള വാതിലുകളും ബലമുള്ള ജനാലകളും ബലമുള്ള ഭിത്തികളും ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? നമ്മുടെ ശത്രുക്കൾ നമ്മുടെ ഭവനത്തിലേക്ക് കടന്നു വരും. അപ്പൊ നമ്മുടെ ഭവനമാകുന്ന ശരീരത്തിന് ഈ അസ്ഥിയും മജ്ജയും മാംസവും ആകുന്ന ഇതിന്റെ കോട്ടകൾ, ഇതിന്റെ ഉപരി പ്രതലങ്ങൾ, ഇതിന്റെ ഭിത്തികൾ ദുർബലമാകുന്നു. അപ്പോഴെന്ത് സംഭവിക്കും? ഈ ശരീരത്തിന്റെ ശത്രുക്കൾ ശരീരത്തിലേക്ക് ആക്രമിച്ചു കയറും. 100,000 കെടുതിയേറാൻ തുടങ്ങും. നമ്മുടെ ശരീരത്തിന്റെ പ്രതിരോധ ശേഷി നഷ്ടപ്പെട്ടിരിക്കുന്നു. അപ്പോഴെന്ത് ചെയ്യുക? എപ്പോഴും നീ ഓർത്തുകൊള്ളുക, നിന്നിലേക്ക് നിന്റെ ശത്രുക്കൾ ഇരച്ചു കയറുന്നതിനുള്ള അവസരം പാർത്തു തന്നെ ഇരിക്കുകയാണ്. നിന്റെ ഗൃഹത്തിലേക്കാകാം, നിന്റെ ശരീരത്തിലേക്കാകാം, നിന്റെ ഹൃദയത്തിലേക്കുമാകാം. എവിടെയും നിന്റെ ശത്രുക്കൾ ഇരച്ചു കയറുന്നതിന് സജ്ജരായി നിൽക്കുകയാണ്, തയ്യാറെടുത്ത് നിൽക്കുകയാണ്. അവരെന്തുകൊണ്ട് നിന്നെ ആക്രമിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ, നിന്റെ മനസ്സോ നിന്റെ ശരീരമോ നിന്റെ ഭവനമോ എപ്പോൾ ദുർബലമാകപ്പെടുന്നുണ്ടോ 100,000 കെടുതി ഏറാൻ വരും. ഒന്നല്ല, എണ്ണിയാൽ ഒടുങ്ങാത്ത പ്രഷറും ഷുഗറും കൊളസ്ട്രോളും മാത്രമല്ല, 100,000 കെടുതികൾ വരും. നിന്റെ ശരീരത്തിന്റെ സമസ്ത ഭാഗങ്ങളെയും ദുർബലപ്പെടുത്തുന്നതിനായുള്ള കെടുതികൾ നിന്നിലേക്ക് വരാം. ഓർത്തുകൊള്ളുക. നിനക്കിപ്പോൾ ആരോഗ്യമുണ്ടായിരിക്കും, നിനക്കിപ്പോൾ സമ്പത്തുണ്ടായിരിക്കും, നിനക്കിപ്പോൾ സൗന്ദര്യമുണ്ടായിരിക്കും. പക്ഷെ നിന്റെ ഭാവി കാലത്തിലേക്ക് നിന്നെ ആക്രമിക്കാൻ വരുന്ന ശത്രുക്കൾ നിന്നോടൊപ്പം കൂടി നിൽക്കുകയാണ് എന്ന് നീ ഓർത്തുകൊള്ളണം. ഈ കെടുതികളൊക്കെ നിന്നിലേക്ക് വരാൻ പോകുന്നു. ഇപ്പോഴുള്ള നിന്റെ ആരോഗ്യത്തിലോ നിന്റെ സൗന്ദര്യത്തിലോ നിന്റെ സമ്പത്തിലോ നീ അഹങ്കരിക്കാൻ പാടില്ല. വരാൻ പോകുന്ന ആപത്തുകളെ നേരിടുന്നതിനുള്ള പ്രതിരോധം നീ ഇപ്പോഴേ ആരംഭിച്ചു കൊള്ളുക എന്നുള്ള ഒരു സൂചന ഭഗവാൻ ഇവിടെ നമുക്ക് തരികയാണ്. മാറാത്ത രോഗനിരകൾ വരാൻ തുടങ്ങുകയാണ്, തേറാൻ തുടങ്ങുകയാണ്. തേർവാഴ്ച ആരംഭിക്കാൻ പോവുകയാണ് നിന്റെ ശരീരത്തിലേക്ക്. തേറാൻ തുടങ്ങി, കരയേറാൻ തുടങ്ങി. നിന്റെ ഈ ശരീരം കരപറ്റാൻ തുടങ്ങുകയാണ്, മറുകരയെത്താൻ പോവുകയാണ്. ഓർത്തുകൊള്ളുക, ഇത് ദുർബലമാണ്, ഇത് ജീർണിക്കുന്നതാണ്, നീർക്കുമുള പോലെ നിലയിട്ടതാണ് ഈ ശരീരമെന്ന് നീ ഓർത്തുകൊള്ളുക. ഇതെപ്പോൾ വേണമെങ്കിലും ഈ നിന്നിൽ നിന്ന് ഇത് ഊർന്നു പോകാം. കരയേറാൻ തുടങ്ങി. അതിന്റെ ലക്ഷണം എന്താണ്? കരനാറാൻ തുടങ്ങി. ഈ ശരീരം എന്ന് പറയുന്നത് നിന്റെ ഭൂപ്രദേശമാണ്. ഈ ശരീരം നാറാൻ തുടങ്ങും. നീ എത്രമാത്രം സുഗന്ധദ്രവ്യങ്ങൾ പൂശിക്കഴിഞ്ഞാലും നിന്റെ ഈ ശരീരത്തിന് അന്ന് ലഭിച്ചിരുന്ന സുഗന്ധം ലഭ്യമാകില്ല. ഇത് നാറാൻ തുടങ്ങും, ഇത് ജീർണിക്കാൻ തുടങ്ങും. ഓക്കെ, എത്ര വ്യക്തമായിട്ടാണ് നമ്മളോട് ഭഗവാൻ ഈ സത്യത്തെ വിളിച്ചു പറയുക. വളരെ വ്യക്തമായിട്ട്, വളരെ ശക്തമായിട്ട് ഭഗവാൻ വിളിച്ച് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, നമ്മുടെ മനസ്സിനോട് പറയുകയാണ്, ഓർത്തുകൊള്ളണം. നീ ഊണിലും ഉറക്കത്തിലും വിസ്മരിക്കാൻ പാടില്ലാത്ത ചില കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തരിക. കരനാറാൻ തുടങ്ങി വദനം, നാറാൻ തുടങ്ങി വദനം. നിന്റെ നാവിൽ നിന്ന് എന്താണ്? നാറ്റം വമിക്കാൻ, ദുർഗന്ധങ്ങൾ വമിക്കാൻ തുടങ്ങി. ഈ വദനത്തിൽ നിന്നുള്ള ദുർഗന്ധം എന്ന് പറഞ്ഞാൽ എന്താണ്? വാക്കുകളിൽ കൊണ്ട് ദുർഗന്ധം, നിന്റെ വദനത്തിലുമുണ്ട് ദുർഗന്ധം. നിന്നിൽ നിന്ന് പുറപ്പെടുന്നതായ നിന്റെ വാക്കുകളിലും വായുവിൽ നിന്നും ഒക്കെ തന്നെ ദുർഗന്ധം വമിക്കാൻ തുടങ്ങും. ഓർത്തുകൊള്ളുക, ഇതൊക്കെ ഏത് നിമിഷവും ഇല്ലാതെയാകാം. നിന്നെ കാത്തിരിക്കുന്നത് ഇതൊക്കെ തന്നെയാണ്. ഓർത്തുകൊള്ളുക. നാറാൻ തുടങ്ങിയ വദനം, നിന്റെ നാവും നിന്റെ വാക്കുകളും ഒക്കെ നാറാൻ തുടങ്ങിയിരിക്കുന്നു.
ഇതൊക്കെ വന്നു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ഇതൊക്കെ ഒരു ലക്ഷണമാണ്. ഇതൊക്കെ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ എന്താണ് അടുത്തത് എന്താണ് സംഭവിക്കാൻ പോവുക? അതിനെ കുറിച്ചും ഭഗവാനോട് പറയുകയാണ്. മറക്കാൻ പാടില്ല ഇതൊന്നും. ഭഗവാൻ പറയുന്നത് വളരെ നമ്മൾ സ്തോത്രം ചൊല്ലുന്നത് പോലെ ചൊല്ലി ചൊല്ലി ഓർത്തുകൊള്ളുക, വിസ്മരിക്കരുത്. കൂറാളുകൾക്ക് സുമാറായി തുടങ്ങി തകരാറായി പകളന്യധിപതേ. വളരെ സുമാറായിട്ടൊരു കാര്യം ഇവിടെ പറയുകയാണ്, വളരെ വ്യക്തമായിട്ട് പറയുകയാണ്. ഭഗവാൻ ഇത് പറയാം. കാരണം എന്താണ്? ബന്ധനങ്ങൾ യാതൊന്നുമില്ല, കടപ്പാടുകൾ യാതൊന്നുമില്ല. ഭഗവാന് ആരുടെയും മുഖത്ത് നോക്കിയിട്ട് നാണിച്ചു നിൽക്കേണ്ട, ഭയപ്പെട്ട് നിൽക്കേണ്ട കാര്യമില്ല. ഭഗവാൻ പറയുകയാണ്, ആളുകൾക്ക് നമ്മോടൊപ്പം നിന്നവർക്ക് നമ്മോടുള്ള കൂറ് സുമാറായി തുടങ്ങി തകരാറായി. വളരെ കൃത്യമായി പറയുന്നു, ഇതൊക്കെ നിന്നിലേക്ക് വന്നിട്ടുണ്ടോ? ഈ വാർദ്ധക്യ സഹജമായ ദുർബലതകളും ക്ഷീണങ്ങളും രോഗങ്ങളും നിന്റെ ശരീരത്തിലേക്ക് വന്നിട്ടുണ്ടോ? നിന്റെ പണത്തിലും പ്രതാപത്തിലും നിന്നോടൊപ്പം നിന്നിരുന്നവർ എന്തു ചെയ്യും? കൂറാളുകൾക്ക് സുമാറായി തകർന്നു പോകും. ഒരു സംശയവും നീ വിചാരിക്കേണ്ട. ഇത് കൃത്യമായൊരു ഉപദേശമാണ്. സുമാറായി പറയുകയാണ്. ഇത് ഒന്നും ഒളിച്ചു വെച്ച് പറയേണ്ടതല്ല, കൃത്യമായി പറയുകയാണ്. എന്തൊക്കെ നീ ഉണ്ടാക്കി വെച്ചാലും ഇതൊക്കെ നിനക്കില്ലാതെ വന്നു കഴിയുമ്പോഴോ നിന്നോടൊപ്പം നിൽക്കുന്നവരൊക്കെ നിന്നെ തള്ളി പറയും. എപ്പോൾ തള്ളി പറഞ്ഞെന്ന് ചോദിച്ചാൽ മതി. പറയാണ്, കൂറാളുകൾക്ക് സുമാറായി തുടങ്ങി തകരാറായി. പളനിയധിപതി, അല്ലയോ പളനിയുടെ ദേശത്തിന്റെ അധിപതിയായിരിക്കുന്നവനെ, നീ നോക്ക. എന്നിലേക്ക് ഈ വാർദ്ധക്യ സഹജമായ രോഗപീഠകളും ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ എന്നോടൊപ്പം നിന്നിരുന്നവർ, എൻ്റെ ആശ്രിതർ, എന്നെ സ്നേഹിച്ചിരുന്നവർ, എന്നോടൊപ്പം നിന്ന അവർക്ക് കൂറ് ഇല്ലാതെയാകുന്നു. ഭഗവാനെ, അല്ലയോ പളനീപുരേശ, ഇതെല്ലാം ഇല്ലാതെയാകുന്നല്ലോ. നിറായി രക്തം ഇരുകൂറായി. നമ്മുടെ രക്തം ഇരുകൂറായി മാറിയിരിക്കുന്നു. അത് പോഷിപ്പിക്കുന്നില്ല. നമ്മുടെ ഊർജ്ജസ്വലതയ്ക്ക് ആവശ്യമായ രക്തം നമ്മുടെ ശരീരത്തിൽ നിന്ന് നമുക്ക് കിട്ടാതെ പോകുന്നു. അത് ധനോർജവും ഋണോർജവും ഒക്കെ ഉത്പാദിപ്പിക്കുന്നതായ ഈ ശരീരത്തിന്റെ സംഭരണം, രക്തപ്രസരണം, രക്തചംക്രമണം, ഇതെല്ലാം നമുക്ക് പ്രതികൂലമായി വരാൻ പോകുന്നു. നീറായി ആ രക്തത്തിലേക്ക് ചൂട് വന്ന് പ്രവേശിക്കുന്നു. രക്തം ചുടാൻ തുടങ്ങുന്നു, ചൂട് പിടിക്കാൻ തുടങ്ങുന്നു, ശരീരം വെന്ത് വേവാൻ തുടങ്ങുന്നു. നീറായി രക്തം ഇരുകൂറായി മൂർത്തി തനയ. അല്ലയോ മൂർത്തി തനയനായിരിക്കുന്നവനെ. ഇവിടെ മൂർത്തിയുടെ തനയൻ എന്ന് പറഞ്ഞാൽ ആരാണ്? പരമശിവപുത്രൻ, ശിവപുത്രൻ, മൂർത്തിയുടെ തനയൻ. മൂർത്തി തനയൻ എന്ന് വെച്ചാൽ ശിവന്റെ പുത്രൻ. ആര്? സുബ്രഹ്മണ്യൻ. ഭഗവാനൊരു പേര് ശ്രീനാരായണ ഗുരു പരമഹംസദേവൻ തന്നെ ഞാൻ കൊടുക്കുകയാണ്. എന്ത്? മൂർത്തി തനയൻ എന്ന് പറയുന്ന ഒരു പുതിയൊരു പേര് മഹാഗുരു തന്നെ ഇവിടെ സുബ്രഹ്മണ്യന് കൊടുക്കുകയാണ്. മൂർത്തിയുടെ തനയനായിരിക്കുന്നവനെ കണ്ടില്ലേ? എൻ്റെ രോഗനിരകൾ കണ്ടില്ലേ? എൻ്റെ ക്ഷീണങ്ങൾ കണ്ടില്ലേ? എൻ്റെ രക്തം ഇരുകൂറായി പിരിയുന്നത് കാണുന്നില്ലേ? എൻ്റെ ശരീരം ചൂടുകൊണ്ട് ഉരുകുന്നത് കാണുന്നില്ലേ? ഞാൻ ആരാടാണ് ഇതൊക്കെ പറയുക? ഇതെല്ലാം നാം കാണുന്നുണ്ട്, അനുഭവിക്കേണ്ടി വരുന്നല്ലോ. ഓർത്തുകൊള്ളുക നാം ഓരോരുത്തരും. ഈ ജീവിത യാഥാർത്ഥ്യം നമ്മളെ എപ്പോഴും വേട്ടയാടാൻ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുകയാണ്. നമ്മളോടൊപ്പം നമ്മുടെ ചുറ്റും വന്ന് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. എപ്പോൾ നാം ദുർബലരാകുന്നോ അപ്പോൾ ഇവരെല്ലാം നമ്മളിലേക്ക് ആക്രമിച്ച് കയറും. ഓർത്തുകൊള്ളുക. നോക്കുക, ഇത് നാം അറിഞ്ഞിരിക്കേണ്ട, ഓർത്തിരിക്കേണ്ട ഏറ്റവും വലിയൊരു പാഠം ഇവിടെ സുബ്രഹ്മണ്യനെ പഠിക്കുമ്പോൾ ഭഗവാനോട് തരികയാണ്. കേവല ഭക്തിയല്ല, പ്രായോഗിക ജീവിതത്തിൽ നാം എന്തൊക്കെ മുൻകരുതലുകൾ എടുത്തിരിക്കണം, എന്തൊക്കെ തയ്യാറെടുപ്പുകൾ നമുക്കുണ്ടായിരിക്കണം. അനിഷേധ്യമാണ്, ആർക്കും തടയാൻ പറ്റില്ല, ആർക്കും പ്രതിരോധിക്കാൻ പറ്റില്ല. നീ ജനിച്ചത് ബാല്യത്തിലാണെങ്കിൽ നിനക്കൊരു വാർദ്ധക്യമുണ്ട്, അതിനെ ആർക്കും ഇല്ലാതെയാക്കാൻ പറ്റില്ല. അവിടെ നീ ഉറപ്പായും നീ അനുഭവിക്കേണ്ടി വരുന്ന സങ്കീർണതകൾ, സംഘടനകൾ എന്തൊക്കെയായിരിക്കുമെന്ന് മറക്കാതിരിക്കുക, ഓർമ്മിക്കുക. കേവല സ്തോത്രം മാത്രമല്ലിത്. ജീവിത യാഥാർത്ഥ്യങ്ങൾ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ വ്യക്തമായി പ്രദർശിപ്പിക്കുക കൂടി ഭഗവാൻ ചെയ്യുന്നു. ഇതാണ് ശ്രീനാരായണ ഗുരു പരമഹംസദേവന്റെ കീർത്തനങ്ങളുടെ ഏറ്റവും വലിയ സവിശേഷത. നിങ്ങൾ മറ്റ് പല കീർത്തനങ്ങളും നിങ്ങൾ വായിച്ചു കാണാം, നിങ്ങൾ കേട്ട് കാണാം. പക്ഷെ അവിടെയൊന്നും ഇങ്ങനെ ജീവിതത്തിന്റെ സങ്കീർണതകളെ ഇത്രമാത്രം ആഴത്തിൽ സ്പർശിച്ചുകൊണ്ടൊരു പ്രാർത്ഥന നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. നമുക്കറിയാമല്ലോ, ശ്രീകൃഷ്ണനെ കുറിച്ചും ഒക്കെ നമ്മൾ രാമരാമ ജപിച്ചുകൊണ്ടൊക്കെ നമ്മൾ ചെല്ലുന്ന ആ കീർത്തനങ്ങളുണ്ട്. ആ കീർത്തനങ്ങളൊന്നും ഞാൻ കുഴപ്പമുള്ളതാണെന്നല്ല പറയുന്നു. പക്ഷേ അവിടെ ജീവിത യാഥാർത്ഥ്യങ്ങളെ അത് അഡ്രസ് ചെയ്യുന്നില്ല, അഭിമുഖീകരിക്കുന്നില്ല. ഭഗവാനോ അതല്ല,
തൻ്റെ ഭക്തന്മാരുടെ, തൻ്റെ ആശ്രിതന്മാരുടെ, തൻ്റെ ചുറ്റും നിൽക്കുന്നവരുടെ ജീവിത വ്യതകളിലേക്ക് തൻ്റെ സൂക്ഷ്മമായ കണ്ണുകൾ തുറന്നു വയ്ക്കാൻ ശ്രീനാരായണ ഗുരു പരമഹംസദേവന് കഴിയുന്നു. ഇതാണ് 44-ാമത്തെ ശ്ലോകത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി നമുക്ക് കഴിഞ്ഞു. നീറായ രക്തം ഇരു കൂറായ മൂർത്തി തനയ ആറായ വക്രം. ആറായ വക്രം എന്ന് വെച്ചാൽ അറുമുഖൻ. ആറായ വക്രം, വക്രം എന്ന് പറഞ്ഞാൽ മുഖം. അല്ലയോ ഭഗവാനെ, അറുമുഖ, ശരണം നീ മാത്രമാണ് എന്ന് ഈ ശ്ലോകത്തിൽ പറയുന്നു. ഞാൻ ഇങ്ങനെ പറയുന്നത് ഇതൊന്നും എൻ്റെ വാക്കുകളല്ല എന്നുകൂടി പറയുക. ഇതെല്ലാം ഞാൻ ഗുരുവിലേക്ക് സമർപ്പിച്ചുകൊണ്ടാണ് ഞാൻ ഇവരൊന്നും പറയുന്നത്. ഇതൊന്നും എൻ്റെ വാക്കുകളല്ല. ഭഗവാന്റെ വാക്കുകൾ ഞാൻ മനസ്സിലാക്കിയപ്പോൾ എൻ്റെ മനസ്സിൽ കടന്നുകൂടിയിട്ടുള്ള ഒരാശയതലം ഞാൻ നിങ്ങൾക്ക് പങ്കുവെച്ച് തരുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇതൊന്നും എൻ്റെതേ അല്ല എന്നുകൂടി ഞാൻ പറയുന്നു. ഇനി 45-ാമത്തെ ശ്ലോകം എന്താണ്? കുഷ്ടാദിയായ പല ദുഷ്ടാമയം വവിഷിജുഷ്ടായതീയ സഹനേ ശിഷ്ടാംഗകേശ്വവി ചേഷ്ടാ നിനക്കിലിനി ഒട്ടാകയില്ല ബലവും ശിഷ്ടാനുകൂല പരിപുഷ്ടാപരുത്തു പരിതുഷ്ട്യാഭിചേത്തവ കൃപാ ദൃഷ്ടാദൃശാബളനി നിഷ്ഠാഖിലാർദ്ധമമ നിഷ്ഠാ ഭവിഷ്യതി ദൃഢം. നോക്കുക, ഇത് ഒരു സംസ്കൃത ശ്ലോകത്തിന്റെ സ്വഭാവത്തിലേക്ക് ഇതൊരു ജനനം നമ്മുടെ മുമ്പിലേക്ക് വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് പരിചിതമല്ലാത്ത ഒട്ടേറെ വാക്കുകളുണ്ട്. അത് നിങ്ങൾ എഴുതാൻ ഉള്ള തയ്യാറെടുപ്പിലാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ എഴുതിക്കൊള്ളുക. കുഷ്ഠാദിയായ എന്ന് പറഞ്ഞാൽ കുഷ്ഠം എന്ന് പറയുന്ന രോഗത്തെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. കുഷ്ഠാദിയായ, കുഷ്ഠങ്ങൾ തുടങ്ങിയ, കുഷ്ഠങ്ങൾ മുതലായ, ദുഷ്ടാമയം. ആമയം എന്ന് പറഞ്ഞാൽ ഞാൻ പണ്ട് നമ്മൾ പലയിടത്തും പറഞ്ഞിട്ടുള്ള ആമയം ദുഃഖമാണ്. ദുഷ്ടാമയം എന്ന് പറഞ്ഞാൽ ഏറ്റവും ഘോരമായ ദുഃഖങ്ങൾ. ദുഷ്ടാമയം, ഏറ്റവും ഘോരമായ ദുഃഖങ്ങൾ. വപുസ് എന്ന് പറഞ്ഞാൽ വപുസ് എന്ന് പറഞ്ഞാൽ വപുഷി എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ എന്ന്. ജുഷ്ഠ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? പങ്കുകൊള്ളുക. ജുഷ്ഠ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം പങ്കുകൊള്ളുക എന്നുള്ളതാണ് എൻ്റെ അർത്ഥം. യദീയ എന്ന് പറഞ്ഞാൽ അതിനെ, യദീയ. സഹനേ എന്ന് പറഞ്ഞാൽ സഹിക്കുക. ചേഷ്ട എന്ന് പറഞ്ഞാലാണ് ചേഷ്ട എന്ന് പറഞ്ഞാല് ഇവിടെ പറയുന്ന അർത്ഥം പരിഹാരാർത്ഥ ക്രിയ എന്നാണ് ഇവിടെ ചേഷ്ട എന്നുള്ള വാക്കുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതിന്റെ അർത്ഥം പരിഹാരാർത്ഥ ക്രിയ, അതിന് പരിഹാരമായി ചെയ്യേണ്ടി വരുന്ന കർമ്മങ്ങൾ. പരിഹാരാർത്ഥ ക്രിയ എന്നാണ് അതിന്റെ അർത്ഥം എഴുതി വെക്കേണ്ടത്. ശിഷ്ടാംഗകൻ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ശിഷ്ടാംഗകൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രേഷ്ഠമായ അംഗത്തോടു കൂടിയവൻ, ശിഷ്ടമായ ശ്രേഷ്ഠമായ ശരീരത്തോടു കൂടിയവൻ, ശ്രേഷ്ഠാംഗകൻ. ച എന്ന് പറഞ്ഞാൽ പോലും, അഭിച കാര്യത്തിലായാൽ പോലും. പിന്നെ ശിഷ്ടാനുകൂലം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ശ്രേഷ്ഠന്മാർക്കും അനുകൂലമായിരിക്കുന്ന അവനെ എന്നാണ്. പെരുത്ത് എന്നുള്ള പറയുന്ന വാക്കിന്റെ അർത്ഥം നമുക്ക് എല്ലാവർക്കും അറിയാം. പെരുത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വർദ്ധിച്ച, വളരെയധികം. പെരുത്തത് എന്ന് വെച്ചാൽ വലിപ്പമുള്ളത്, വലുത് എന്നൊക്കെ ഉള്ളതാണ് എൻ്റെ അർത്ഥം. തുഷ്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? പരിതുഷ്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? പരിതുഷ്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? പരമാനന്ദം, സന്തോഷമല്ല, ആ സന്തോഷത്തിനും മേളിൽ എന്തോ ഉള്ള ഒരു മാനസികാവസ്ഥയാണ് പരിതുഷ്ടി എന്ന് പറയുക. പരമാനന്ദം എന്ന് പറയുന്നതായിരിക്കും ഒന്നുകൂടെ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. കേവലം സന്തോഷമല്ല അത്. തവ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിന്റെ. കൃപ എന്ന് പറഞ്ഞാൽ കൃപ. ആകൃഷ്ട എന്ന് പറഞ്ഞാൽ ആകർഷനായി തീരുക. പരിപുഷ്ട എന്ന് പറഞ്ഞാൽ എന്താണ്? പരിപുഷ്ടി പ്രാപിക്കുക. പരിപുഷ്ട എന്ന് പറഞ്ഞാൽ അഭിവൃദ്ധി പ്രാപിക്കുക, പുഷ്ടിപ്പെടുക. ഈ പരിപുഷ്ടി എന്നൊക്കെ പറയുമ്പോൾ ആ വാക്കുകളുടെ തമ്മിൽ കോമ്പിനേഷൻ നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം.
ആ പരിപുഷ്ടി എന്ന് പറയുന്നത് കേവലം ഒരു പുഷ്ടി പ്രാപിക്കലല്ല, അതിൽ നിന്നൊക്കെ ഉത്കൃഷ്ടമായ ഉദാത്തമായ ദൈവികമായ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുന്നതിനെയാണ് പരിപുഷ്ടി. ആ വാക്കിന്റെ ഘടന അങ്ങനെയാണ്. നിങ്ങൾ പിന്നെ ഞാൻ പലപ്പോഴും പറയാറുണ്ട്, മഹാഗുരുവിന്റെ കൃതികൾ പഠിക്കുമ്പോൾ നിഘണ്ടുവിലെ അർത്ഥമല്ല നമ്മൾ അതിന് കൊടുക്കേണ്ടത്. നിഘണ്ടുവിലെ അർത്ഥം അതിന് നേരിട്ടുള്ള അർത്ഥമാണ്. വാക്കുകൾക്ക് അർത്ഥവുമുണ്ട്, അതിൻ്റെ എന്താണ് അന്തരാർത്ഥവുമുണ്ട്, ധ്വനിയുണ്ട്, അതിൻ്റെ പ്രതിധ്വനിയുണ്ട് എന്നൊക്കെ ഞാൻ നിങ്ങളോട് പണ്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരു വാക്കിന് ആശയമുണ്ട്, അർത്ഥമുണ്ട്, ധ്വനിയുണ്ട്, പ്രതിധ്വനിയുണ്ട്. ഒരു ഗുരു ആ ഓരോ വാക്കുകൾ ഉപയോഗിക്കുമ്പോഴും അതിൽ പ്രതിധ്വനിക്കുന്ന ആശയതലങ്ങൾ പിന്നെ ഒരു നിഘണ്ടുവിന് ഉൾക്കൊള്ളാൻ കഴിയുന്നതായിരിക്കില്ല. അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊള്ളണം. നിഘണ്ടുവിൽ ഒതുങ്ങുന്നതല്ല ഗുരുക്കന്മാരിൽ നിന്ന് വരുന്ന, മിസ്റ്റിക്കായിട്ടുള്ള ഗുരുക്കന്മാരിൽ നിന്ന് വരുന്ന വാക്കുകളുടെ അർത്ഥം. ആ അർത്ഥം നമ്മൾ കണ്ടെത്തണമെങ്കിൽ അത് നമ്മൾ അതിൻ്റെ ആ ഭാവ തലങ്ങളിലൂടെ, അതിൻ്റെ ആശയതലങ്ങളിലൂടെ, അതിൻ്റെ അന്തരീക്ഷത്തിലൂടെ ഒക്കെ നമ്മൾ കടന്നു പോകണം. അതുകൊണ്ട് തന്നെ ഗുരുദേവന്റെ കൃതികളെല്ലാം നമ്മൾ വളരെയേറെ തെറ്റിദ്ധരിക്കുന്നുണ്ട്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യനെ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ തെറ്റിദ്ധരിക്കുന്നു, ഇവിടെയും ജാതിയൊന്നുമില്ല, മതമൊന്നുമില്ല, ആ ദൈവം ഒന്നുമില്ല, ദൈവം ഒന്നേ ഉള്ളൂ എന്നൊക്കെയാണ് പറയുന്നത്, അല്ലേ? ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യനെ എന്ന് പറയുമ്പം എല്ലാ ദൈവങ്ങളെയും നിഷേധിച്ച്, എല്ലാ ജാതികളെയും നിഷേധിച്ച്, എല്ലാ മതങ്ങളെയും നിഷേധിച്ചുകൊണ്ട് ഒന്നിൽ തന്നെ കൊണ്ട് നിർത്തുന്ന, ഒരു ദൈവത്തിൽ തന്നെ കൊണ്ട് നിർത്തുന്ന ഒരു പ്രക്രിയയാണെന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ അവിടെ അതല്ല പറയുന്നത് എന്ന് നമ്മൾ അതിനെ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ, അതിൻ്റെ ഭാവാർത്ഥ തലങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെന്നെങ്കിൽ മാത്രമേ അത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റൂ. അല്ലാതെ കുറേ പണ്ഡിതന്മാരിപ്പോഴുണ്ട്, ഏതെങ്കിലും പിന്നെ ഡിക്ഷണറി ഒക്കെ നോക്കിയിട്ട് അർത്ഥം പറഞ്ഞു പോകുന്ന ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന് പറയുമ്പം ജാതിയെ മൊത്തം നിഷേധിക്കുക, മതത്തെ മൊത്തം നിഷേധിക്കുക, മറ്റു ദൈവങ്ങളെ മൊത്തം നിഷേധിക്കുക, എന്നിട്ട് ഒരു ദൈവം, ഇത് മാത്രമേ ഉള്ളൂ. ആ ദൈവം ഏതാണെന്ന് വെച്ചാൽ അവർക്കറിയില്ല. അപ്പൊ അതല്ല അതിന്റെ അർത്ഥതലമെന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം. ഇനിയും നമുക്ക് 46-ാമത്തെ ശ്ലോകം ഒന്ന് നോക്കാം. ഇനിയും എന്താണ് നമ്മുടെ ജീവിതത്തിന്റെ കാലചക്രം കറങ്ങി അതിൻ്റെ അവസാനത്തേക്ക് എത്തുന്നു, അതിൻ്റെ അന്ത്യത്തിലേക്ക് അടുക്കുന്നു. നമ്മുടെ ശരീരത്തിനുണ്ടായിരിക്കുന്ന ദോഷങ്ങൾ, ദുരിതങ്ങൾ, ദൗർബല്യങ്ങൾ, ദീനതകൾ ഒക്കെ നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മോട് ഭഗവാൻ പറഞ്ഞു തന്നു. ഇനിയും എന്താണ് നമുക്ക് സംഭവിക്കുക? അതുകൊണ്ട് തീർന്നില്ല. 45 പറഞ്ഞില്ല. നമ്മള് ശിഷ്ടാനുകൂലം, ശിഷ്ടന്മാർക്ക് അനുകൂലത്തെ ദാനം ചെയ്യുന്നവൻ. പെരുത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളർന്ന, വളരെയധികം എന്നൊക്കെയുള്ള അർത്ഥമാണ്. പരിതുഷ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരമാനന്ദം. തവ കൃപ ആകൃഷ്ട ചെയ്ത് പരിപുഷ്ടാദിശ, പരിപുഷ്ടി പ്രാപിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പരിപുഷ്ടി പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ പറഞ്ഞല്ലോ മുമ്പേ എൻ്റെ അർത്ഥം. കൂടുതൽ പുഷ്ടി പ്രാപിക്കുക, കൂടുതൽ വളരുക എന്നൊക്കെയാണ് എൻ്റെ അർത്ഥം. മമ നഷ്ട, മമ എന്ന് പറഞ്ഞാൽ എൻ്റേത്. നഷ്ടാഭവിഷ്യതി എന്ന് പറഞ്ഞാൽ ഇല്ലാതെയായി തീരും, നഷ്ടപ്പെടും. ദൃഢം എന്ന് പറഞ്ഞാൽ ഉറപ്പ്, തീർച്ച. പളനിയിൽ നിഷ്ഠാഖിലാർത്ഥൻ എന്ന് പറഞ്ഞാൽ നിഷ്ഠാഖിലാർത്ഥൻ, നിഷ്ഠാഖിലാർത്ഥ എന്ന് പറഞ്ഞ അർത്ഥമുണ്ട്. നിഷ്ഠയോടുകൂടി എല്ലാറ്റിനും അർത്ഥമായി പൊരുളായി വിളങ്ങുന്നവൻ എന്നാണ് എൻ്റെ അർത്ഥം. നിഷ്ഠാഖിലാർത്ഥൻ അർത്ഥം എന്ന് പറഞ്ഞാൽ നിഷ്ഠയോടുകൂടി, നൈഷ്ഠിക ബ്രഹ്മചര്യത്തിൽ നിഷ്ഠയോടുകൂടി അഖിലാർത്ഥം, സർവത്തിനും സാരമായി വസിക്കുന്നവൻ, നിഷ്ഠാഖിലാർത്ഥൻ എന്ന് പറഞ്ഞാൽ അതാണ് എൻ്റെ അർത്ഥം. അപ്പൊ ഞാൻ 46-ാമത്തെ ശ്ലോകത്തിലേക്ക് അറിയാതിട്ട് പോയേനെ. അപ്പൊ നമ്മൾ 45-ാമത്തെ ശ്ലോകം നമുക്കൊന്ന് നോക്കാം. കുഷ്ടാദിയായ പല ദുഷ്ടാമയം വിശുജുഷ്ടാജതീയ സഹനെ. നാം എന്തെല്ലാം സഹിക്കണമിനിയും. ഈ ജീവിതത്തിന്റെ അന്ത്യത്തോട് അടുക്കുന്നു, ശരീരം ദുർബലമായിരിക്കുന്നു, ശത്രുക്കളായിരിക്കുന്ന പല ദീനതകളും പല രോഗങ്ങളും നമ്മളിലേക്ക് വന്നു കയറിയിരിക്കുന്നു. കഷ്ടാദിയായ പല ദുഷ്ടാമയം, അതോടൊപ്പം തന്നെ ദുഷ്ടമായ, ഭീകരമായി, സഹിക്കാൻ കഴിയാത്ത, അസഹ്യമായിട്ടുള്ള ആമയങ്ങൾ, ദുഃഖങ്ങൾ, ദുരിതങ്ങൾ നമ്മളിലേക്ക് പാഞ്ഞു വരാൻ തുടങ്ങുന്നു. കാരണം എന്താണ്? നമ്മുടെ പ്രതിരോധ ശേഷികൾ എല്ലാം നമുക്കില്ലാതെയായിരിക്കുന്നു. അതുകൊണ്ട് ഈ കുഷ്ടാദിയായ കുഷ്ഠങ്ങൾ പോലെയുള്ള ഭീകര
അസഹ്യമായ രോഗങ്ങൾ പോലും നമ്മിലേക്ക് കടന്നു വരാം. പല ദുഷ്ടാപയം വപിഷിൽ നമ്മുടെ ഈ ശരീരത്തിലേക്ക് വന്നണയുന്നു. അതിനോടൊപ്പം നാം ജുഷ്ടാമയനാകുന്നു. ജുഷ്ടാമയനാകുക എന്ന് പറഞ്ഞാൽ അതിനോടൊപ്പം ഈ രോഗനിരകളോടൊപ്പം വസിക്കുക, അതിനോടൊപ്പം ഒത്തുചേർന്ന് പോവുക. നമുക്കറിയാമല്ലോ, അസഹ്യമാണ് ആ ജീവിതം. കേവലം ഒരു ചെറിയ വേദന പോലും നമ്മുടെ ശരീരത്തിൽ വന്നാൽ അതിനോടൊപ്പം ജീവിച്ചു പോവുക അസഹ്യമാണ്. നമുക്ക് പറ്റില്ല. നമ്മുടെ ശരീരവും മനസ്സും അതിനോട് പൊരുത്തപ്പെടാൻ വളരെയേറെ ബുദ്ധിമുട്ടാണ്. ചെറിയ വേദനകൾ, ചെറിയ അസഹ്യതകൾ, ഒരു തലവേദന വന്നാൽ പോലും നമുക്ക് അസഹ്യതയാണ്. അപ്പം നമ്മുടെ ശരീരത്തിന്റെ ദുർബലാവസ്ഥയിൽ നമ്മളോടൊപ്പം മരണകാലം വരെ കൂടാൻ പോകുന്ന രോഗനിരകളിലൂടെ വന്നാലത്തെ അവസ്ഥ എന്തായിരിക്കും പറയുകയാണ്. കുഷ്ടാദിയായ പല ദുഷ്ടാമയം വപിഷി ജുഷ്ടായതീയ സഹനീ. സഹിക്കാനുള്ള പരിഹാരം എന്താ, ചേഷ്ട എന്താണ്? അതിനെ നമുക്ക് പരിഹരിക്കാൻ ഇപ്രകാരമുള്ള ദുഷ്ടമായ, ഭീകരമായ, അസഹ്യമായ വേദനകൾ, ദുഃഖങ്ങൾ, രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിനെ നമുക്ക് എപ്രകാരമാണ് നേരിടാൻ കഴിയുക? നിനക്കിലിനി ഇതൊക്കെ ആലോചിച്ച് നോക്കിയാൽ ചേഷ്ട, അതിനുവേണ്ടി നാം എന്തൊക്കെ ചേഷ്ടിച്ചാൽ പറ്റും? എന്തെല്ലാം പരിഹാരക്രിയകൾ നടത്തണം? നാം ക്ഷേത്രത്തിൽ പോകണോ, വഴിപാട് നടത്തണോ, ഔഷധങ്ങൾ സേവിക്കണമോ? അങ്ങനെ എന്തെല്ലാം ചെയ്താൽ പറ്റും ഈ രോഗനിരകളിൽ നിന്ന് നമുക്ക് രക്ഷ നേടാൻ? ശിഷ്ടാനുകൂല പരിപുഷ്ടാപരുത്ത് നിനക്കിലിനി ഇതൊക്കെ ആലോചിച്ചു കഴിഞ്ഞാൽ ശിഷ്ടാംഗകേഷു നോക്കുക, ബലമുള്ള ശരീരത്തോടു കൂടിയവനായാൽ പോലും രോഗനിരകൾ വന്നു കഴിഞ്ഞാൽ അവൻ ദുർബലനായി മാറും. അപ്പോൾ എന്താണ് പോവുക? ബലവും ഒട്ടുമാകയില്ല, ഒട്ടും പ്രയോജനപ്പെടത്തില്ല. പിന്നെ ഒരു ആരോഗ്യവാനായ ഒരുവന്റെ ശരീരത്തിൽ പോലും രോഗനിരകൾ വന്ന് ആക്രമിച്ചു കഴിഞ്ഞാൽ അവന് പോലും അതിനെ പ്രതിരോധിച്ചു നിൽക്കാൻ കഴിയില്ല. ബലവും അതുപോലെ ചോർന്നു പോകും. ശിഷ്ടാനുകൂല പരിതുഷ്ട്യാഭി. അതുകൊണ്ട് പറയുകയാണ്, ശിഷ്ടാനുകൂലനായിരിക്കുന്നവനെ. ശിഷ്ടൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും യോഗ്യനായിട്ടുള്ളവൻ, ഏറ്റവും ഉത്തമനായിട്ടുള്ളവൻ, ശിഷ്ടനായി ശ്രേഷ്ഠനായിട്ടുള്ളവൻ, അല്ലയോ ശ്രേഷ്ഠനായിട്ടുള്ള ഭക്തന്മാർക്ക് അനുകൂലനായിരിക്കുന്ന ഭഗവാനെ. പെരുത്തു പരിതുഷ്ട്യാഭി, പെരുത്ത് വർദ്ധിച്ച സന്തോഷത്തോടുകൂടി, ആനന്ദത്തോടുകൂടി നീ എന്ത് ചെയ്യണം? നീ എന്താണ് ചെയ്യേണ്ടത്? തവ കൃപ, നിന്റെ കൃപ. അല്ലയോ ഭഗവാനെ, നീ ആരാണ്? നീ എല്ലാവരിലേക്കും, നിന്നിൽ ആശ്രയിക്കുന്ന എല്ലാവരിലേക്കും കൃപ വാരിച്ചൊരിയുന്നവനാണ്. തവ കൃപ ആകൃഷ്ടാചേത്. നീ അതുകൊണ്ട് എന്ത് ചെയ്യണം? എൻ്റെ ഹൃദയത്തെ നീ നിന്നിലേക്ക് ആകർഷിക്കണം. നിന്റെ സ്വാധീനത്തിലേക്ക് എന്നെയും എൻ്റെ ശരീരത്തെയും എൻ്റെ മനസ്സിനെയും അവിടേക്ക് ആകർഷിക്കണം. പരിതുഷ്ടാദിശ. അങ്ങനെ എന്ത് ചെയ്യണം? എന്നിൽ അടങ്ങിയിരിക്കുന്ന പരിപുഷ്ടാദിശ, എന്നിലടങ്ങിയിരിക്കുന്ന ഈ ദുഃഖങ്ങളെല്ലാം ഒഴിവായി പരിപുഷ്ടിയുള്ള ഒരു കാലത്തിലേക്ക് എന്നെ നീ കൊണ്ടുപോകണം. മമ നിഷ്ഠാ ഭവിഷ്യതി. അതുകൊണ്ട് എന്ത് ചെയ്യും? അതുകൊണ്ട് മാത്രമാണ് ഇതെല്ലാം ഇല്ലാതെയായി തീരുക. അത് തീർച്ച തന്നെ. മമ നഷ്ടാ ഭവിഷ്യതി ദൃഢം. അതുകൊണ്ട് മാത്രമേ ഇതെല്ലാം എനിക്ക് നഷ്ടപ്പെടുകയുള്ളൂ. ഈ ദുഃഖ ദുരിതങ്ങൾ നഷ്ടപ്പെടണമെന്നുണ്ടെങ്കിൽ ഭഗവാനെ, നിന്റെ കാരുണ്യം, നിന്റെ കൃപ, നിന്റെ കടാക്ഷം എന്നിലേക്ക് വന്നണഞ്ഞെങ്കിൽ മാത്രമേ പറ്റൂ. ദൃഢം. ഭഗവാൻ ആരാണ്? നിന്റെ സ്വരൂപം എന്താണ്? നീ ആരാണെന്ന് കൂടി ഇവിടെ പറയുകയാണ്. പളനി നിഷ്ഠാകിലാർത്ഥനായിട്ട് പള്ളി കൊള്ളുന്നവനല്ലേ നീ? ഈ സർവ്വതിനും സാരമായി, സർവ്വതിനും പരമ്പൊരുളായി, സർവ്വ ദുഃഖ ദുരിതങ്ങളെയും ഇല്ലാതെയാക്കാൻ പ്രാപ്തുള്ള പ്രഭാവത്തോടുകൂടി, ഐശ്വര്യത്തോടുകൂടി, ശക്തിയോട് വസിക്കുന്നവൻ അല്ലേ ഭഗവാനെ നീ? അതുകൊണ്ട് നിന്റെ കൃപ, നിന്റെ അനുഗ്രഹം എന്നിലേക്ക് ചൊരിഞ്ഞാലും പ്രാർത്ഥിക്കുക. നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തുക. ഇപ്രകാരമുള്ള ദുഃഖ ദുരിതങ്ങൾ ഉണ്ടാകുമ്പോൾ ഭഗവാനോടൊപ്പം വസിക്കാൻ, അവൻ്റെ അനുഗ്രഹം നിന്നിലേക്ക് ലഭിക്കുന്നതിന് വേണ്ടി നീ അണയേണ്ട പാദങ്ങൾ ഏത് എന്ന് ചോദിച്ചാൽ സുബ്രഹ്മണ്യ ഭഗവാനല്ലാതെ മറ്റാരുമല്ല. 45-ാമത്തെ ശ്ലോകത്തിൽ ഇത് തന്നെയാണ് ഭഗവാൻ ആവർത്തിച്ച് നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഭക്തി, നിരന്തര ഭക്തി അല്ലാതെ, നിത്യഭക്തി അല്ലാതെ, നിഷ്ഠാപൂർവമായ ഭക്തി അല്ലാതെ, ദേവന്മാരിൽ ആശ്രയിക്കുക അല്ലാതെ നിന്റെ ദുഃഖ ദുരിത നിവാരണത്തിന് വേറെ വഴികളൊന്നുമില്ല എന്നുകൂടിയാണ് ഭഗവാനോട് പറയുക. ഇനി 46-ാമത്തെ ശ്ലോകത്തിലൂടെ നോക്കിയാലോ? നമുക്കതുകൂടെ നോക്കാം. പുഷ്ടാദിയായ പല ദുഷ്ടാമയം കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ അത് എപ്രകാരമാണ് നമ്മളെ ബാധിക്കുക എന്ന് പറഞ്ഞു. ഇനി 46-ാമത്തെ ശ്ലോകത്തിലേക്ക് വരുമ്പോഴോ, 4 അക്ഷരങ്ങൾ അനുകൂലത്തിലില്ല, അരികിലാ ലക്ഷ്മിയും, ശുഭതയല്ല ആലയ്ക്കലില്ല പശു, ശാലയ്ക്കലില്ല വിള, മൂലയ്ക്കലില്ല ധനവും,
കാലത്തിനൊത്ത ഗുണശീലത്വമില്ല ഹൃദയാലസ്യമോ ബഹുതരം ലോലക്കടാക്ഷമന ചാലക്കനിഞ്ഞു തരിക ആലംബനം വളനിമേ. പറയാണ്, 4 അക്ഷരങ്ങൾ അനുകൂലത്തിലില്ല. നിങ്ങൾക്ക് തന്നെ അർത്ഥം കണ്ടെത്താൻ പറ്റും. 4 അക്ഷരങ്ങൾ അനുകൂലത്തിലില്ല, അരികിൽ ആ ലക്ഷ്മിയും ശുഭതയല്ല. ആലയ്ക്കലില്ല പശു, ശാലയ്ക്കലില്ല വിള, മൂലയ്ക്കലില്ല ധനവും. കാലത്തിനൊത്ത ഗുണശീലത്വമില്ല ഹൃദയാലസ്യമോ ബഹുതരം ലോലക്കടാക്ഷമന ചാലക്കനിഞ്ഞു തരികാലംബനം പളനിമേ. വളരെ കൃത്യമായ ഒരു കാഴ്ച നമുക്കിവിടെ വരച്ച് കാണിക്കുക. പോയി എല്ലാം തന്നെ നിങ്ങൾക്ക് ചോർന്നു പൊക്കൊണ്ടേയിരിക്കുന്നു. നിങ്ങളിൽ നിന്ന് ബലവും ധനവും എല്ലാം പൊക്കൊണ്ടിരിക്കുന്നു. ആ കൂട്ടത്തിൽ വേറെ എന്തും കൂടെ നിങ്ങൾക്ക് പോവും. 4 അക്ഷരങ്ങൾ അനുകൂലത്തിലില്ല. നിങ്ങൾ ആർജിച്ചു വച്ചിരിക്കുന്ന വിദ്യകൾ, അറിവുകൾ, അക്ഷരജ്ഞാനം നിങ്ങളിൽ നിന്നും ചോർന്നു പോകുന്നു. ഈ വാർദ്ധക്യം നിങ്ങളിലേക്ക് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ആർജിച്ചു വെച്ച എല്ലാ വിദ്യകളും നിങ്ങളിൽ നിന്നും അനുകൂലമല്ലാതെയായി പോകും. ആർജിച്ച വിദ്യകളെല്ലാം നിങ്ങൾക്ക് പ്രതികൂലമായി പോകും. 4 അക്ഷരങ്ങൾ അനുകൂലത്തിലില്ല. എന്തൊരു ദുഃഖമാണ്, എന്തൊരു ദുരിതമാണ്. നാം കഷ്ടപ്പെട്ട് ആർജിച്ച വിദ്യകളും ജ്ഞാനങ്ങളും ഒക്കെ തന്നെ അനുകൂലമല്ലാതെയായി പോകുന്നു. നിങ്ങളുടെ വിദ്യകൾ, നിങ്ങളുടെ അറിവുകൾ നിങ്ങളുടെ തന്നെ ശത്രുക്കളായി മാറുന്നു. അവ നമ്മിൽ നിന്നും ഒഴിഞ്ഞു പോകുന്നത് കൂടാതെ നിങ്ങൾ ആർജിച്ചു വെച്ച വിദ്യകൾ പോലും നിങ്ങൾക്ക് അനുകൂലമല്ലാതെ ആയി മാറുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ശത്രുക്കളായി മാറുന്നു. അരികിൽ ആ ലക്ഷ്മിയുമില്ല. നീ വിദ്യയിലൂടെ, നിന്റെ അധ്വാനത്തിലൂടെ, നിന്റെ കഴിവിലൂടെ നീ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആനുകൂല്യം, മഹാലക്ഷ്മിയുടെ ആനുകൂല്യം. എന്താണ് ലക്ഷ്മിയുടെ ആനുകൂല്യം എന്ന് വെച്ചാൽ എന്താണ്? നീ ആർജിച്ചു വെച്ചിരിക്കുന്ന ധനധാന്യങ്ങൾ, അതാണ് ലക്ഷ്മിയുടെ സമ്പാദ്യം എന്ന് പറയുന്നത്. നീ ആർജിച്ചു വെച്ചിരിക്കുന്ന ധനധാന്യങ്ങളൊക്കെ തന്നെ നിനക്കില്ലാതെയാകുന്നു. അരികിൽ ആ ലക്ഷ്മിയുമില്ല, ഇല്ലാതെയായി, ഐശ്വര്യങ്ങളൊക്കെ ഇല്ലാതെയായി പോകുന്നു. ശുഭതയല്ലാതെ ലക്ഷ്മി ശുഭതയല്ലാതെയായി മാറുന്നു. നിന്നിൽ അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന ലക്ഷ്മി അവൾ ശുഭത്തെ ദാനം ചെയ്യാതെയായി മാറുന്നു. ശുഭതയല്ല, ശുഭത്തെ ദാനം ചെയ്യാത്ത വിധത്തിലായി മാറുന്നു. പിന്നോ ആലയ്ക്കലില്ല പശു. നമ്മുടെ സമ്പത്തിന്റെയും പ്രതാപത്തിന്റെയും മുഖ്യ ചിഹ്നം എന്തായിരുന്നു? കാലങ്ങൾക്ക് മുമ്പുള്ള ഒരു കാഴ്ചയാണെന്നുണ്ടെങ്കിൽ ബാങ്കിൽ ഡെപ്പോസിറ്റോ അല്ലെങ്കിൽ വസ്തുവോ തോട്ടമോ എസ്റ്റേറ്റോ കാറോ ഒന്നുമായിരുന്നില്ല നമ്മുടെ ഐശ്വര്യത്തിന്റെയും സമ്പന്നതയുടെയും ലക്ഷണം. എന്താണ്? നമ്മുടെ തൊഴുത്തു നിറച്ച് പശുവോ കന്നാലികളോ ഉണ്ടോ എന്നുള്ളത് നോക്കിയാൽ അറിയാമായിരുന്നു ആ ഗ്രഹത്തിന്റെ സാമ്പത്തിക അഭിവൃദ്ധി. അറിയാം, നമ്മുടെ ബാല്യകാലങ്ങളിൽ നമ്മുടെ ഒരു 10-50 വയസ്സിന് 60 വയസ്സിന് മുമ്പുള്ള ആൾക്കാരുടെയൊക്കെ കുടുംബത്തിലേക്ക് നമ്മൾ ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ 60, 70, 80, 100 വർഷങ്ങൾക്ക് മുമ്പുള്ള കാലങ്ങളിലേക്ക് നമ്മൾ ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു കുടുംബത്തിന്റെ ധനസ്ഥിതി അളക്കാനുള്ള അളവുപോലെ എന്താണ് അവിടെ ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ വലിയ വിശാലമായ ഒരു തൊഴുത്തുണ്ടോ, ആ തൊഴുത്ത് എന്താ പറയുക വളർത്തു മൃഗങ്ങളുണ്ടോ, അതായിരുന്നു ഒരു അളവുകോൽ. അതുകൊണ്ട് ആ അളവുകോൽ വെച്ചുകൊണ്ടാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്, എന്ത്? ആലയ്ക്കലില്ല പശു. തൊഴുത്തിൽ പശുവില്ല. ശാലയ്ക്കലില്ല വിള. നമുക്ക് എല്ലാവർക്കും ഒരു കളപ്പുര ഉണ്ടായിരുന്നു, ഇല്ലേ? ഒരു സമൃദ്ധിയുടേതായ ഒരു കളപ്പുര. നമുക്കറിയാം, വലിയ വലിയ തറവാടുകളിലേക്ക് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ പണ്ടത്തെ കാലത്ത് അവരുടെ വീട്, വിശാലമായ വീടിനോടൊപ്പം തന്നെ അവരുടെ നെല്ലും കാർഷികാദായങ്ങളും ഒക്കെ എടുത്ത് സൂക്ഷിക്കുന്നതിന് വേണ്ടി 10 പുരകൾ കാണുമായിരുന്നു. അതുകൊണ്ട് അവിടെ കരുതി വയ്ക്കുമായിരുന്നു ഇതെല്ലാം. വാർദ്ധക്യം വന്നു, ധനധാന്യങ്ങൾ ഒക്കെ നിങ്ങൾക്ക് ശോഷിച്ചു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? നിങ്ങളുടെ ആലയ്ക്കൽ വിളകൾ കൊണ്ട് സൂക്ഷിക്കാനുള്ള ശാലകളിൽ അവിടെ വിളകളൊന്നും അവശേഷിക്കുന്നില്ല. നെല്ലോ കൃഷിഫലങ്ങളോ ഒക്കെ തന്നെ ഇല്ലാതെയാകുന്നു. അതുപോലെ മൂലയ്ക്കലില്ല ധനം. അന്ന് നമ്മുടെ മൂലയ്ക്കൽ ഒരു പണപ്പെട്ടി കാണുമായിരുന്നു. പഴയ കാലത്ത് ഓരോ വീടുകളുടെയും ഭവനങ്ങളുടെയും ഏതെങ്കിലും ഒരു മൂലയിൽ ഒരു പണപ്പെട്ടി, കുറെ പണം കൊണ്ട് സൂക്ഷിച്ചു വെച്ചിരിക്കും, ഇന്നത്തെയോ നാളത്തെയോ കരുതലിന് വേണ്ടി. ആ പെട്ടിയും ശൂന്യമായിരിക്കുന്നു. മൂലയ്ക്കലില്ല ധനവും. ഇത് മാത്രമാണോ സംഭവിച്ചത്? കാലത്തിനൊത്ത ഗുണശീലത്വമില്ല. കാലത്തിനൊത്ത ഗുണശീലത്വം നമുക്കില്ല. കാരണം നമ്മൾ പഴകിയൊരു മനസ്ഥിതിയുടെ ഉടമകളായി മാറിയിരിക്കുന്നു. തലമുറകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വിടവ് സംഭവിക്കുന്നു. മാനസിക തലത്തിൽ, ചിന്താതലത്തിൽ, പ്രവൃത്തിയുടെ തലത്തിൽ, ആശയവിനിമയത്തിന്റെ തലത്തിൽ ഒരു വലിയ വിടവ് സംഭവിക്കുന്നു. ആധുനിക സാങ്കേതിക വിദ്യകളുടെ
പിന്നാലെ പോകുന്ന പുതിയ തലമുറയ്ക്ക് പഴയ തലമുറയോടൊപ്പം നിന്നു പോകാൻ കഴിയാതെ പോകുന്നു. നമുക്ക് അവരോടൊപ്പം ഓടിയെത്താൻ കഴിയാതെ പോകുന്നു. ഇതൊക്കെ ഇന്നത്തെ കാലഘട്ടത്തിലും അല്ല, ഇനിയും വരാൻ പോകുന്ന 1000 വർഷങ്ങൾക്ക് ശേഷവും ഭഗവാന്റെ ഈ നിരീക്ഷണങ്ങളും ഈ പാഠങ്ങളും ഈ തത്വങ്ങളും ഏത് കാലത്തും പ്രസക്തമാണ്. അതാ നിങ്ങൾ ഓർക്കേണ്ടത്. മഹാഗുരു ജീവിച്ചിരുന്ന കാലവും ഒരു പുതുതലമുറയുണ്ടായിരുന്നു. ആ പുതുതലമുറയും പഴയ തലമുറയും തമ്മിലൊരു ആശയപരമായ വിടവ്, തലമുറകൾ തമ്മിലുണ്ടായിരുന്ന ഒരു വിടവുണ്ടായിരുന്നു. ആ വിടവ് ഇന്ന് ഇവിടെ നിലനിൽക്കുന്നു. ഇത് നാളെയും വരാൻ പോകുന്നു. ഇത് നിരന്തരമായി മനുഷ്യകുലത്തെ വേട്ടയാടാൻ പോകുന്ന ഒരു വലിയ ഒരു പ്രഹേളികയാണ്, ഒരു ചോദ്യചിഹ്നമാണ് ഈ തലമുറകൾ തമ്മിലുള്ള വിടവ് എന്ന് ഭഗവാൻ ഇവിടെ പറയുന്നു. കാലത്തിനൊത്ത ഗുണശീലത്വം ഇല്ലാതെ പോകുന്നു. നമുക്ക് പുതിയ യുവതലമുറയോടൊപ്പം പോകാനുള്ള ഗുണശീലത്വം നമുക്കില്ലാതെ പോകുന്നു. ഓർത്തുകൊള്ളുക. ഇതെന്തിനാണ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്? ഈ പ്രതികൂല സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടുന്നതിനുള്ള മാനസികാവസ്ഥയിലേക്ക് നമ്മളെ പരിവർത്തനപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഭഗവാൻ ഇതൊക്കെ നമ്മളോട് പറയുക. കാലത്തിനൊത്ത ഗുണശീലത്വമില്ല ഹൃദയ ആലസ്യമോ ബഹുതരം. അലസമായി പോകുന്നു നമ്മുടെ ഹൃദയം. പഴയ ഊർജ്ജസ്വലത നമുക്ക് സൂക്ഷിക്കാൻ പറ്റുന്നില്ല. നമ്മുടെ ഹൃദയം പോലും അലസമായി മാറുന്നു. ശരീരത്തിനോടൊപ്പം ചിന്തകൾ പോകുന്നില്ല, ചിന്തയോടൊപ്പം പ്രവൃത്തികൾ പോകുന്നില്ല. അങ്ങനെ ഇവയെല്ലാം തമ്മിൽ ഒരു വിടവുണ്ടാകുന്നു. ബഹുതരം ആലസ്യമോ ബഹുതരം. അതുകൊണ്ട് ഇവിടെ എന്താണ് നമ്മൾ പറയുക? നമ്മൾ ഇനിയും പരാശ്രയരായി മാറിക്കൊണ്ടേയിരിക്കുന്നു, സ്വാശ്രയല്ലാതായിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ നമുക്ക് കൃത്യമായി ആശ്രയിക്കാൻ കഴിയുന്നത് ആരാണ്? ഈ കൂറാളുകൾക്ക് സുമാറായി തകർന്നു കഴിയുമ്പോൾ നമുക്ക് ആശ്രയിക്കാൻ കഴിയുന്ന നിത്യനായിരിക്കുന്ന നിരന്തരമായ അനുഗ്രഹത്തെ പ്രദാനം ചെയ്യുന്നവനായ എന്നവന്റെ ലോലക്കടാക്ഷമന ഭഗവാനെ, നിന്റെ ലോലമായിരിക്കുന്ന ആ കൺപോളകളുടെ വിടവിലൂടെ നീ ഒന്ന് ചുള്ളിച്ചു പിടിച്ച് നിന്റെ കടക്കണ്ണുകൾ കൊണ്ടുള്ള ഒരു നോട്ടം പോലും കടാക്ഷമനെ എന്ന് വെച്ചാൽ ആ കൺകോണുകൾ കൊണ്ടുള്ളൊരു നോട്ടം, ആ പൂർണ്ണമായി നീ എന്നെ നോക്കേണ്ടതില്ല, നിന്റെ കണ്ണു തുറന്ന് എന്നെ നോക്കണ്ട, നിന്റെ ആ കൺകോണുകൾ കൊണ്ട്, ആ കടാക്ഷമുനകൾ കൊണ്ട് നീ എനിക്ക് ചാലക്കനിഞ്ഞു തരിക. ആ കണ്ണുകളിലൂടെ നീ എന്നെ ഒന്ന് നോക്കുകയും നിന്റെ കൃപയും നിന്റെ കാരുണ്യവും നിന്റെ അനുഗ്രഹവും എന്നിലേക്കൊന്ന് ചൊരിഞ്ഞിട്ട് ആലംബനം പളനിമേ, ആലംബനം തരണം, നിനക്ക് ആശ്രയം തരണം ഭഗവാനെ. നിന്നെയാണ് ഞാൻ സമാശ്രയിക്കുന്നത്. ആരാലും വഞ്ചിക്കപ്പെടാത്ത സ്നേഹവും കാരുണ്യവും തരാൻ കഴിയുന്നവൻ നീ മാത്രമാണ്. അതുകൊണ്ട് ഭഗവാനെ, നീ നിന്റെ കടക്കണ്ണുകൾ കൊണ്ട് നീ എന്നെ ഒന്ന് നോക്കുക, നിന്റെ അനുഗ്രഹം എന്നിലേക്ക് വർഷിക്കുക. മറ്റാരാണ് എനിക്ക് ആശ്രയം എന്നൊരു പരിദേവനം നാം ഓരോരുത്തരുടെയും ഹൃദയത്തിൽ നിന്ന് ഉയർന്നു കേൾക്കുന്നത് ആരറിയുന്നു? ശ്രീനാരായണ ഗുരു പരമഹംസദേവൻ അറിയുമ്പോൾ ഭഗവാൻ ഈ സങ്കടമൊക്കെ ആരുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു? സുബ്രഹ്മണ്യ ഭഗവാന്റെ പാദങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. ഭഗവാനെ, നീ അല്ലാതെ ഈ ഏടകളെ പോറ്റാൻ മറ്റാരുമില്ല എന്നുള്ള സത്യം ഭഗവാൻ നമ്മളോട് ആവർത്തിച്ചു പറയുന്നു. 46-ാമത്തെ ശ്ലോകം. 4 അക്ഷരങ്ങൾ അനുകൂലത്തിലില്ല, അരികിലാ ലക്ഷ്മിയും ശുഭതയല്ല, ആലയ്ക്കലില്ല പശു, ശാലയ്ക്കലില്ല വിള, മൂലയ്ക്കലില്ല ധനവും, കാലത്തിനൊത്ത ഗുണശീലത്വമില്ല ഹൃദയ ആലസ്യമോ ബഹുതരം, ലോലക്കടാക്ഷമന ചാലക്കനിഞ്ഞു തരികാലംബനം പളനിമേ. അങ്ങനെ 46-ാമത്തെ ശ്ലോകം പഠിച്ചുകൊണ്ട് നമുക്ക് ഇന്നിവിടെ നിർത്താം എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.